കഴിഞ്ഞ ആഴ്ച നമുക്ക് മഹത്വത്തിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് മഹത്വം ഇരിക്കുന്നത് കാണുവാൻ നമ്മളെ കഴിഞ്ഞ ആഴ്ച ദൈവം സഹായിച്ചു. We started from Ezekiel 47 and then we've been traveling through various portions in the Bible, and last week we saw the different stages of God's glory. മൂന്ന് വാക്കുകൾ നമ്മൾ കേട്ടു മഹത്വത്തെക്കുറിച്ച്: ഷെക്കന, കാബോദ് ആൻഡ് ഡോക്സ. ഈ മൂന്ന് വാക്കുകളാണ് നമ്മൾ കേട്ടത്. Last week we heard three words about God's glory, which is Shekinah, Kabod and Doxa. ഇന്ന് രാവിലെയും നിങ്ങൾ മഹത്വം പിടിക്കാനായിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേലെ മഹത്വത്തിന്റെ പകർച്ചകൾ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യും. Even today morning, if you desire to catch hold of God's glory, there will be an impartation of His glory upon you. ഷെക്കന എന്ന് പറഞ്ഞാൽ dwelling of God. ദൈവത്തിന്റെ വാസമാണ് ഷെക്കന എന്ന് പറയുന്നത്. Shekinah glory means the dwelling of God. നമ്മൾ കണ്ടു ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ മേൽ മേഘം തേജസ്സോടുകൂടി വന്നു നിൽക്കുന്നു. We saw that when the children of Israel moved out of Egypt, the cloud was like glory upon them. മേഘസ്തംഭം എന്ന് പറഞ്ഞ മേഘത്തിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇരുന്നത് കൊണ്ട് ഒറ്റ ശത്രുക്കൾക്ക് ഇവരെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. Because the glory of the Lord descended upon the pillar of cloud, no enemy could touch them. ഈ പറയുന്നത് ചെങ്കടൽ കടന്ന് മുമ്പോട്ട് വരുന്നവരെ അവരെ ദൈവം അവരെ നയിച്ചു കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ദൈവം നയിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വത്തിൽ. When they came out of the Red Sea, God was leading them. How was God leading them? Through His glory. എല്ലാവർക്കും 430 വർഷത്തെ കഥകളാ പറയാനുള്ളത്. എന്നാൽ മഹത്വം വന്നപ്പോൾ അവരുടെ വാക്കുകൾ മാറാൻ തുടങ്ങി, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി, അവരുടെ ചിന്താഗതികൾ മാറാൻ തുടങ്ങി. They had 430 years of sad story to tell, but when the glory came upon them, their mindset completely changed. അന്നേരം എഴുതിയ പാട്ടാ, ഇന്നു കണ്ട മിസ്രയീമിനെ കാണുക. അന്നേരം എഴുതിയ പാട്ടാ, ഇനി കാണത്തില്ല. They wrote the song, we will not see our enemy Misraim anymore. ഇത്ര നാളും ബോണ്ടേജിൽ കിടന്ന് കെട്ടുകളിൽ കിടന്നവർ കെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സ്വാതന്ത്ര്യം കണ്ടപ്പോൾ അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. Until then they were in bondage. Now when they've come out and saw God's freedom, they began to enjoy it. നിങ്ങൾ നോക്കിയേ, 93 മില്യൺ മൈല് ദൂരത്തിൽ നിൽക്കുന്നതാണ് സൂര്യൻ. 93 മില്യൺ മൈൽസ് ദൂരെയാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. The sun is 93 million miles far away from us. എന്നിട്ടും നട്ടുച്ച നേരത്ത് നമ്മൾ പുറത്തോട്ട് 5 മിനിറ്റ് വെയിലിൽ ഇറങ്ങി കഴിഞ്ഞാൽ പൊള്ളുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കയറി പോത്തില്ലേ? Even then, if we go out in the afternoon, it's very hot and we come out. ഈ ഇത്രയും ചൂടുകെ ഉള്ള സൂര്യനെ ഉണ്ടാക്കിയവനാണ് അവന്റെ മേഘത്തെ അയച്ചിരിക്കുന്നത്. And the God who created the sun has sent His cloud of glory upon them. അപ്പോൾ ദൈവം ആരാണ്? Now who is our God? ദൈവം നിനക്ക് അനുഭവിക്കാവുന്ന തരത്തിലാണ് ഇടപെടുന്നത്. God will intervene with us in a manner we can handle it. അങ്ങനെ ഇറങ്ങി വരുന്ന മഹത്വത്തിന്റെ പേര് ഷെക്കന ഗ്ലോറി. And such glory is called the Shekinah glory. And He is in me. അവൻ എൻ്റെ അകത്ത് മഹത്വമായി വസിക്കുകയാണ്. And He is dwelling in me as His glory. അത് കുറച്ചേ ഉള്ളൂ. അത് മൊത്തമായി വന്നാൽ നമ്മൾ ആരും ഇവിടെ കാണത്തില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം കൂടെ കത്തിപ്പോകും. അവൻ എനിക്കും നിനക്കും താങ്ങാവുന്ന പരുവത്തിലാണ് ഷെക്കനയായിട്ട് വന്നിരിക്കുന്നത്. And the glory is a small measure, because if the entire glory comes, we won't be able to handle it. We will be destroyed. ഗ്ലോറി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലെ നമ്മൾ ഒത്തുപോകും. We will die unless. പക്ഷെ അതുകൊണ്ട് നമുക്ക് അതിന്റെ വില അറിയത്തില്ല. And so we don't know the value of this we glory. live like a normal person. നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു പോകുന്നതിന്റെ കാര്യം ഇതിന്റെ ചൂട് നമുക്ക് അറിയത്തില്ല. We are living ordinary life because we don't know the power of this glory. കുഞ്ഞേ, വെയിലത്തിറങ്ങി നിൽക്കരുത്, അസുഖം വരുമെന്ന് കറുത്തു പോകുന്നൊക്കെ പറയുന്നതിന്റെ കാര്യം സൂര്യനെ കുറിച്ച് അറിയാം. We know the power of the sun and the sun rays. When you taste ദൈവത്തെ നീ രുചിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ ചൂട് നിനക്ക് മനസ്സിലാകും. When you taste God, you will know the warmth of God. നീ രോഗത്തിൽ പോകുമ്പോൾ അവന്റെ സൗഖ്യം നിനക്ക് മനസ്സിലാകും. You will understand healing നീ when you go കാരാഗൃഹത്തിൽ through sickness. കിടക്കുമ്പോൾ അവന്റെ വിടുതൽ നീ കാണും. When you are in prison, you will see അവന്റെ മഹത്വത്തെ അവൻ അയക്കും. Because He will send His glory. മുമ്പേ പാടിയതുപോലെ സിംഹക്കുഴിയിൽ കിടന്നാൽ അവന്റെ മഹത്വം ഇറങ്ങി വരും. When you are in the lions, then His glory will come down. 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചിട്ടും അവർക്കൊന്നും സംഭവിക്കാത്ത അവന്റെ മഹത്വം അതിനകത്ത് ഇറങ്ങി. Even when the furnace was 7 times hot, they were untouched because of His glory. burning bushനകത്ത് എന്താ പറയുന്നത്, എരിയുന്ന മുൾപടർപ്പിനകത്ത് അതൊന്നും കത്താതെ നിൽക്കുന്നതാണ് ഈ മഹത്വം.
The glory is such that even in the burning bush, the bush is നിങ്ങൾ so അവർക്ക് green. കത്തിക്കൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് ഒരു ശബ്ദം വരികയാണ്, ഞാൻ I am. And from the burning bush comes the sound, I am. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കും. ഞാൻ എന്തായി നീ കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ. Last week I mentioned this word ayeka, asher, ayeka, which നമ്മൾ means സാധാരണ ഞാനാകുന്നവൻ പറയുമ്പോൾ I am. നമുക്ക് മനസ്സിലാകത്തില്ല. I shall be that I shall be. നീ എന്തായിട്ട് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അതാ ഞാൻ. It means I am that I am means I shall be. നമ്മുടെ കുഴപ്പം what I shall be. നമ്മുടെ കുഴപ്പം നമ്മളെപ്പോഴും ദൈവത്തെ വിടുതലായിട്ട് കാണത്തുള്ളൂ, കൂട്ടുകാരനായിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ അപ്പനായി കാണത്തില്ല, അല്ലെങ്കിൽ അവൻ നമ്മുടെ രാജാവായിട്ട് നമ്മൾ കാണത്തില്ല. The problem is we see God as a deliverer. We don't see him as a friend or a father. നിങ്ങൾ നോക്കിയേ, കർത്താവിന്റെ പെട്ടകം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ജയം ഉറപ്പാ. Wherever the ark of the Lord is, victory is for കാരണം sure. എന്താ? പെട്ടകത്തിനകത്ത് അവന്റെ തേജസ് ഉണ്ട്. Because the glory of the Lord is in the ark. അത് എവിടെ ഇരുന്നാലും അവർക്ക് ജയമാണ്. Wherever the ark is, there is victory. And now you are that ark of the covenant. ഈ ഉടമ്പടിയുടെ പെട്ടകം ഞാനും നീയുമാണ്. You and I are the ark of the covenant. എന്നിട്ട് എങ്ങനെ തോറ്റു നടക്കാൻ കഴിയും? നിനക്ക് അറിയത്തില്ല ഈ മഹത്വം എന്താണെന്ന്. We are still defeated because we don't know the power of the glory. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. Isaiah 4, 3, 4, 5. Get me some water. സിയോനിൽ അവശേഷിച്ചിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും മൂന്നാമത്തെ വാക്യം ന്യായവിധിയുടെ കാറ്റുകൊണ്ട് ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത, നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ച, സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും, യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം 4-ാമത്തെ വാക്യം, സിയോനിൽ അവശേഷിച്ചിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് ശ്രദ്ധിക്കണമേ. മലിനതകൾ ഇരിക്കുമ്പോൾ ദൈവം പറയാണ്, അങ്ങനെയുള്ളവരെ ഞാൻ വിശുദ്ധനാക്കും. God says, where there is impurity, I will ഇന്ന് make രാവിലെ you holy. കുഴപ്പമാന്നല്ല പറഞ്ഞിരിക്കേണ്ടത്, നിന്റെ കുഴപ്പത്തെ മാറ്റാനാ കുഴപ്പമില്ലാത്തവൻ വന്നത്. Don't say that I'm filthy and dirty. God has come here to cleanse you. Some people they don't like that you are holy. ഞാൻ വിശുദ്ധനാന്ന് പറയാൻ ചിലർക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് പോലെ. Some people hesitate to say that I am holy. കർത്താവ് സ്വർഗ്ഗത്തിലെ ദൈവം പറയടാ, നിന്റെ മലിനതകളെ മാറ്റി ഞാൻ നിന്നെ വിശുദ്ധനാക്കും. But God of heaven says that I will remove your impurity and make you holy. എല്ലാവരും എന്താ വിളിക്കുന്നത്? നിന്നെ വിശുദ്ധൻ എന്ന് വിളിക്കും. He calls you holy. എല്ലാവരും നിന്നെ വിശുദ്ധൻ എന്ന് വിളിക്കുമെന്ന്. Everyone will call you holy. അടുത്തിരിക്കുന്ന ആളെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു വിശുദ്ധിയും കാണാനില്ല, അതുകൊണ്ട് നമ്മൾ വിളിക്കത്തുമില്ല. Look at the person next to you and call him holy. നിങ്ങൾ നോക്കിയേ, സെയിന്റ്, ഹോളി അല്ല, സെയിന്റ്, വിശുദ്ധൻ. You are a saint. നിങ്ങൾ നോക്കിയേ, കർത്താവ് നമ്മുടെ കുഴപ്പങ്ങളിലേക്കല്ല നോക്കുന്നത്, അവൻ എന്തായിരിക്കുന്നു അതുപോലെ നമ്മളെ ആക്കുക. God is not looking at our mistakes. What he is, he wants to make us that way. 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 5th verse. കർത്താവ് സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന അവസാനത്തെ വാക്ക് സകല തേജസ്സിനും മീതെ ഒരു വിധാനം എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി ദാറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. നമ്മളെ സംരക്ഷണം ചെയ്തു വെക്കും. എല്ലാ മഹത്വത്തിന്റെ മേലും ഒരു സംരക്ഷണത്തെ അവൻ കൊണ്ടുവയ്ക്കും. It says that over all the glory there will be a covering, which means over glory there will be a covering. For protection will be over every glory. എല്ലാ മഹത്വത്തിന്റെ മേൽ, അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ചു, എല്ലാ മഹത്വത്തിന്റെ മേലും പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുകയാണ്. Which means over every glory there will be a protecting layer. നമുക്ക് ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളെ നമുക്ക് ആ വിശുദ്ധനെന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് നീ ഒരു ഗ്ലോറിയാ. Look at the person next to you. You have to see him as a saint and his glory is upon him. ഗ്ലോറിയാണെന്ന്. You are that glory. You are carrying his glory. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്ലോറിയുടെ മേലും അവനവന്റെ പ്രൊട്ടക്ഷനെ വെക്കും. And if that is the case, over every glory God has kept a protection. ഗ്ലോറി തന്നവന് ഗ്ലോറിയുടെ വിലയറിയാം.
Because the one who has given us glory knows the value of the നമുക്ക് ഇതിന്റെ glory. വില അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇത് കളഞ്ഞു കുളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. We don't know the value of the glory, so we waste it. എന്ന് പറഞ്ഞാൽ തേജസ് വന്നാൽ നിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. Which means when glory comes, he cannot find fault അങ്ങനെയാണെങ്കിൽ with you. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നിന്റെ മേൽ വാട്ടം, മാലിന്യം, കറ, ചുളുക്കം ഒന്നുമില്ലാതെ നിന്നെ ശുദ്ധയാക്കി നിർത്തിയിരിക്കുന്നത് നീ മറന്നു പോകരുത്. Don't forget that because of the blood of Jesus, he has cleansed you and made you without spot and wrinkle. For that you have to have that encounter with the burning spirit. കത്തുന്ന ആത്മാവിനോടൊരു ബന്ധം ഉണ്ടാകണം, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകണം. And to experience that, you have to have an encounter with the burning Holy Spirit. തീ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ ഇതിനൊന്നും നിൽക്കാൻ ഒക്കത്തില്ല. When the fire comes down, nothing can stand upon you. And God will become your defense. നിന്റെ സംരക്ഷകനായിട്ട് അവൻ മാറും. And God becomes your defense. ഇത് അവിടെ നിന്നോട്ട് പ്രാർത്ഥിക്കുക, Lord be my defense. എന്റെ സംരക്ഷകൻ. Lord be അവിടെ my നിന്നോട്ട് ഒന്ന് defense. പ്രാർത്ഥിച്ചേ, കർത്താവേ, കേൾക്കുന്ന wherever you വചനത്തിന്റെ are, അടിസ്ഥാനത്തിൽ even as you hear. ഞാൻ വിശ്വസിക്കുകയാണ്, നീ ആണ് എന്റെ കവചം. Lord, you are my protection and You my are my defense. shield. You are my shield. നീയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നത്. You are the one who protects me. അതുകൊണ്ട് തന്നെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം ശക്തമാണ്. And because of that, my relationship with him is strong. നാലാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചും, that is actually the call to consecration. നിന്നെ വിശുദ്ധിയിൽ നിർത്താൻ വേണ്ടിയുള്ള വിളിയാണ്. And the fourth verse is a call to യെരുശലേമിൽ ശേഷം consecration. ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ സഭകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല, ഇത്ര അത്ഭുതം, 3 അത്ഭുതം ചെയ്ത് ഇത്ര വർഷം കഴിഞ്ഞാലേ അവരെ വിശുദ്ധനാക്കത്തുള്ളൂ. നീ ഒരു കുന്തവും ചെയ്യാതെ പിന്നെ വിശുദ്ധനാക്കി. Without you having to do anything, God has made you holy. നമുക്ക് സെയിന്റ് മേരി എന്ന് പറയാൻ എളുപ്പം, സെയിന്റ് പോൾ എന്ന് പറയാൻ എളുപ്പമാണ്. ഈ വേദപുസ്തകത്തിനകത്തുള്ള വിശുദ്ധന്മാരെ കൂടാതെ തന്നെ എത്രയോ വിശുദ്ധന്മാരെ ഓരോ സഭകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയെ നോക്കി നിനക്കൊന്ന് വിശുദ്ധൻ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാ. It's easy to say Saint Mary or Saint Paul, but can you call the person next to you a saint because he has been washed and sanctified by the blood of Jesus? ഞാനൊരു കാര്യം പറയട്ടെ, ഒരാളെ നോക്കി ഈ 10 പ്രാവശ്യം വിശുദ്ധനെന്നോ വിശുദ്ധെന്നോ വിളിച്ചാൽ അവന്റെ അകത്തെ അശുദ്ധികൾ മാറുവാൻ ഇടയായിത്തീരും. If you look at a person and call him a saint, every impurity in him will be washed away. Because you are talking into his conscience. അവന്റെ ബോധ മനസ്സിനകത്തേക്ക് നീ സംസാരിക്കുമ്പോൾ അവന്റെ ബോധക്കേടുകൾ മാറാൻ തുടങ്ങും. When you talk and speak into his conscience, every unwanted thing will begin to leave. നമ്മൾ സാധാരണ എന്ത് ചെയ്തു, കുഴപ്പമെന്ന് പറഞ്ഞു അവന്റെ തലയ്ക്കകത്ത് കുഴപ്പം പിന്നെ കയറിയാണ്. അല്ല, നിന്റെ കുഴപ്പങ്ങളെ കാൽവറിയിൽ പരിഹരിച്ചവൻ അവന്റെ മഹത്വത്തെ നിന്റെ മേൽ വെച്ചിരിക്കുകയാണ്. The problem is we look at a person and look at all the problems, and so it is getting into his head, but on the cross of Calvary he has finished everything for us. അങ്ങനെയാണ് നീ എവിടെ ഇരുന്നാലും അവിടെ അവന്റെ മഹത്വം വെളിപ്പെടും. If that is the case, wherever you are, his glory will be പള്ളി വരുമ്പോൾ revealed. മാത്രമല്ല, ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലല്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നീ എവിടെ ഇരുന്നാലും, നീ കാരാഗ്രഹത്തിൽ ഇരുന്നാലും, നീ ആമേൻ കുപ്പക്കൂനിക്കകത്തിരുന്നാലും ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. Today, wherever you are, whether in the prison or in the pit, God can reveal his glory through you. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ പാർക്കുമ്പോ 10 ബാധകളാ വന്ന. 10 ബാധകൾ ഒറ്റ ഒരെണ്ണം അവരെ തൊട്ടില്ല. When they were in Egypt, there were 10 plagues, but nothing touched them. മിസ്രൈമിൽ ഈജിപ്തിൽ മുഴുവനും ബാധകളാ, മഹാമാരി. Entire Egypt was plagued. ഇവിടെ കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്ക് കോവിഡ് വന്നിരുന്നേ കുറച്ചാൾ വീട്ടിലിരിക്കാമായിരുന്നു. When COVID came, some of us are praying. ചില ആൾക്കാർ അവിടുന്ന് ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലോ. കോവിഡ് കഴിഞ്ഞ് ഓരോ പുള്ളികൾ വിളിച്ചു ചോദിക്കും, എനിക്ക് കോവിഡാ. അവർ പറഞ്ഞു കോവിഡാന്ന് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അല്ല, ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ കൊണ്ടുതരും, മാസ്ക് അതെല്ലാം കൊണ്ടുതരുമെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ അതെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു, അത് തീർന്നെന്ന് പറഞ്ഞു. ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആംബുലൻസ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് അബദ്ധങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. Sometimes out of ignorance we want bad things or wrong things to come. If you know that the way that you are moving, നീ സഞ്ചരിക്കുന്ന വഴി തെറ്റാണെന്ന് അറിയാമെങ്കിൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യത്തിൽ ഉണ്ടോ? ഇല്ല, നിനക്കറിയത്തില്ലേ? അതിനകത്തേക്ക് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. If you think the path that you're traversing is wrong, no one has to tell you. You പഠിക്കുന്ന know കുഞ്ഞുങ്ങൾക്ക് it. അറിയത്തില്ലേ പഠിക്കണമെന്നുള്ള കാര്യം You must അറിയത്തില്ലേ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെന്ന് അറിയത്തില്ലേ? Students know that they ought to study. ചില പിള്ളേർ പഠിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാ പഠിക്കുന്നത്. Some children just learn for passing the exam. ചില പിള്ളേർ പഠിക്കുന്നത് ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ വേണ്ടിയാ പഠിക്കുന്നത്. Some kids learn to become first in the class. ചിലര് പഠിക്കുന്നത് YMCAക്കാർ ഞങ്ങൾക്ക് സമ്മാനം തരും, അതുകൊണ്ട് ആ ഏരിയ ലൊക്കാലിറ്റിയിൽ ഫസ്റ്റ് ആകാനാ പഠിക്കുന്നത്.
Some kids want to learn to get a prize in their locality. ചിലര് പഠിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ ഒന്നാമനാകാനാ പഠിക്കുന്നത്. Some kids learn to be destructive. ചിലര് പഠിക്കുന്നത് സ്റ്റേറ്റ് ലെവലിൽ ഒന്നാകനാകാനാ പഠിക്കുന്നത്. Some children want to learn to become state level first. ചില പിള്ളേർ പഠിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പരീക്ഷ ഇടുന്നുണ്ട്, ആ പരീക്ഷയ്ക്കകത്ത് നാഷണൽ ലെവലില് ഇനി അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ഒന്നാമനാകണം. Some children want to learn to get to the national level. നമ്മുടെ പഠിപ്പന്നെ we Christians, we are not Christians, we have to be like a true Christian. യഥാർത്ഥമായ ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാത്തതിന്റെ കുഴപ്പം കൊണ്ട് എങ്ങനെയും ജീവിച്ചാൽ മതി. Because we don't want to be a true Christian, we live whichever way we want. We call us Christian. നമ്മൾ പറയുന്നത് ക്രിസ്ത്യാനികൾ എന്നാ പറയുന്നത്. നീ എന്ത് ക്രിസ്ത്യാനിയാ? What kind of a Christian you are? നീ പാമ്പർ കെട്ടി നടക്കുന്ന ക്രിസ്ത്യാനിയാ? Are you a Christian still wearing pampers? എല്ലാം ഇങ്ങനെ എല്ലാം എന്താ പറയുന്നത്, ഒന്നുക്കും രണ്ടുക്കും എല്ലാം പോയച്ച് ഇങ്ങനെ നടക്കുകയാണ്, കരഞ്ഞോണ്ട് നടക്കുക. Walking around with a dirty diaper. ഒരു ട്രൂ ക്രിസ്ത്യൻ യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്, നിന്റെ അകത്തെ മഹത്വം ജ്വലിക്കാൻ തുടങ്ങും. If you are a true Christian, the glory of the Lord will burn through you. അതുകൊണ്ട് ഇന്ന് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുവേ അങ്ങയുടെ മഹത്വത്തിന്റെ നിറവിൽ നിർത്താൻ എന്നെ സഹായിക്കണമേ. So today wherever you are, pray, Lord, let your glory be Holy revealed through Spirit me. of God, let Yahweh be my covering. Holy Spirit, let Yahweh be my covering. എന്നെ അവിടുന്ന് ആരാണ്? അങ്ങ് തന്നെ എന്റെ മുദ്രയായിട്ടിരിക്കണം. You be my seal. ഒരു നടന്നൊരു സംഭവമുണ്ട് ആഫ്രിക്കയില്. ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഗ്ലോറിയെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ, ചർച്ചിൽ പോകുന്ന കൊള്ളാവുന്ന നമ്മളെപ്പോലൊന്നും അല്ല, ഇച്ചിരി ഗ്ലോറി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ഗ്ലോറിയെ മെഡിറ്റേറ്റ്. The story is of a man from Africa who was a man who goes to church, who was meditating on the glory of God. അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ആഫ്രിക്കയിലൊക്കെ മിക്കവാറും സ്ഥലങ്ങളെല്ലാം കള്ളന്മാരുടെ ശല്യമുണ്ട്, തഫ്റ്റ് നടക്കുക, എല്ലാ സമയത്തും റോബറി നടക്കുക. അപ്പൊ ഈ ഇദ്ദേഹത്തെ പെട്ടെന്ന് ഈ കള്ളന്മാർ വന്നേച്ചു പിടിച്ചിട്ട് ഇയാളുടെ പൈസയും കാര്യങ്ങളും എല്ലാം അവർ അപഹരിച്ചു. So he was returning from a meeting at night, and Africa being a place of high theft, these thieves came and took away all his money. അങ്ങനെ എടുത്തോണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞ ഉടനെ ഗാങ് ലീഡർ പറഞ്ഞു, അവരെ കൊള്ളത്തലവൻ പറഞ്ഞു, എന്നാ അവനെ കൊന്നേക്കാൻ പറഞ്ഞു. So after looting him completely, the gang leader told him, let's finish him. അവിടുത്തെ രീതികൾ അങ്ങനെ. അപ്പോഴത്തേക്ക് ഒരുത്തൻ തോക്കെടുത്ത് വെച്ച് ഡിസ്ക്യോ നെഞ്ചത്തോട്ട് ഡിസ്ക്യോ സൗണ്ട് ഇട്ടെന്നേ ഉള്ളൂ. So one of them took the gun and was pointing at him. അയാൾക്കൊന്നും സംഭവിച്ചില്ല. But nothing happened. ഈ തോക്കെടുത്ത് വെടിവെച്ചപ്പോ അവൻ പറഞ്ഞു, കർത്താവേ നിന്റെ മഹത്വത്തെ എന്നിൽ ആമേൻ വരുത്തണമേ, നിന്റെ മഹത്വത്തെ എന്നെ കർത്താവേ ഡിഫൻസ് ആയിട്ട് നിർത്തണമേ. So when this guy was shooting at him, this man said, Lord, let your glory be my protection. എന്റെ പ്രൊട്ടക്ഷൻ, എന്റെ ഡിഫൻസ് ആയിട്ട് നിൽക്കണമേ എന്ന് പറഞ്ഞു. വെടിവെച്ചൊന്നും സംഭവിച്ചില്ല. And so when he was shot, nothing happened. വെടിവെച്ചിട്ടൊന്നും സംഭവിച്ചില്ല. അവർക്ക് ദേഷ്യം വരത്തില്ലേ? അപ്പൊ വേറെ 2-3 പേര് കച്ചകച്ചകച്ചാന്ന് പറഞ്ഞ് കാച്ചി. So they got upset and 2 others came and started shooting, firing at him. ഒന്നും പറ്റുന്നില്ല, ഒന്നും സംഭവിക്കുന്നു. അവന്റെ കാലെ വെടിവെക്കുന്നു, ഈ തലയ്ക്ക് വെടിവെക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. They shot at his leg and head, but nothing happened. നിങ്ങൾ മനസ്സിലായി, ബുള്ളറ്റ് പ്രൂഫ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവിടെ ഇറങ്ങി വരും. But what you desire will come down for you there. Lord God, you be my defense എന്ന് പ്രാർത്ഥി. Let your glory be my defense എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അവർക്ക് ദേഷ്യവും അരിശവും എല്ലാം കൂടെ വരാൻ തുടങ്ങി. When he prayed that, Lord God, let your glory be my defense, the thieves got upset. അവരോടനെ പറഞ്ഞു, അവരുടെ കയ്യിൽ നല്ല കത്തിയിരിപ്പുണ്ട്, കൊടുവാൾ പോലുള്ള സാധനമുണ്ട്, ഈ വടിവാൾ പോലൊക്കെയുള്ള സാധനം. അവർ പറഞ്ഞത് അവന്റെ തല വെട്ടാൻ പറഞ്ഞു. So they took out a sharp knife and they wanted to chop his head. അന്നേരം ഇയാൾ പ്രാർത്ഥിച്ചു, Lord God, you let your glory my defense. Even then he prayed, Lord God, let your glory be my protection. കണ്ണടച്ചോണ്ടാ ഇത് പറയുന്നത്, കണ്ണടച്ചോണ്ടാ. Closing his eyes, he said this. കണ്ണു തുറന്നപ്പം അയാള് ആരാധിക്കുന്ന സഭയുടെ മുമ്പിൽ പോയി അയാൾ നിൽക്കുന്നു. When he opened his eyes, he was standing before the church. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്താൽ അയാളെ ട്രാൻസ്പോർട്ട് ചെയ്തു. Holy Spirit transported him through his glory. കാണാൻ ആഗ്രഹിക്കുന്ന അതിനനുസൃതമായി പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. What you want to see according to your desire, God's glory will work for you. ഒരുത്തൻ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മഹത്വത്തെ ധ്യാനിച്ചിട്ട് പറയാം, ലോർഡ് കർത്താവേ നിന്റെ മഹത്വം എനിക്ക് കോട്ടയായി ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ ചുമ്മാതിരിക്കുമോ? He said, Lord, let your glory be my protection.
happened. ഇത് ചുമ്മാ ഒരു കഥയിൽ നടന്ന സംഭവമാണ്. This is a real incident ചില that happened. അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത് അനുഭവമാക്കി മാറ്റണം. When you hear such incidents, you must നിന്നെ desire to make it your കൊല്ലാനും experience. മുടിക്കാനും ഒന്നും ആർക്കും കഴിയത്തില്ല. ആമേൻ. മിസ്രയീമിൽ ബാധകളുടെ മേൽ ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ ഒരുക്കിയവൻ നിന്നെയും സകല പ്രൊട്ടക്ഷൻ അവൻ തന്ന് രക്ഷിക്കുന്നവനാണ്. Nobody can steal, kill or destroy you. One who protected his people from the plagues in Egypt will protect you. ഷെക്കന ഗ്ലോറി അതാണ്. This is Shekinah glory. He who dwells in you, നിന്റെ അകത്തവൻ ഇരിക്കുക. He is the one who dwells in you. അടാ മറ്റൊരു വാക്ക് കേട്ട കാബോദ് എന്തൊരു ഘനത്തോടു കൂടി വെയിറ്റേജ് എന്തൊരു ഘനത്തിൽ എന്തൊരു തിക്നെസ്സിലാണ് ഈ കാബോദ് ഇരിക്കുന്നത്. Kabod glory is the weight of his And that glory. weight of God is now inside of you. നിന്റെ അകത്താണ് ഇപ്പോൾ ആ കാബോദ് ഗ്ലോറി ഇരിക്കുന്നത്. And that Kabod glory, the weight of his glory is inside us. നമ്മൾ ഈ വെയിലത്ത് നിന്ന് എഴുന്നേറ്റ് ചൂടാന്ന് പറഞ്ഞ് കയറി പോകുന്നവരല്ലേ. ഇത് എങ്ങനെയാണ് നിന്റെ അകത്തിരിക്കുന്നത്? എന്തോരം തിക്നെസ്സിലകത്തിരിക്കുന്നത്, എന്തോരം വെയിറ്റിലായിരിക്കുന്നത് നീ ഓർത്തു നോക്കിയേ. Just imagine the weight and the might of the presence of his glory that is within you. നമ്മൾ കർത്താവിന്റെ ഗ്ലോറി കാരിയർ ആയിട്ടിരിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. God മഹത്വം വഹിക്കുന്നവരായിട്ട് നമ്മൾ ഇരിക്കണം. God wants us to be his glory carriers. He is there within you. നിന്റെ അകത്തിരിക്കുമ്പോൾ you are a glory carrier. When he is within you, you are a glory carrier. ലോകത്തിന്റെ ചിന്ത വഹിക്കാനാണോ നമ്മളെ കർത്താവ് വിളിച്ചത്? God did not call അല്ല അവന്റെ മഹത്വവാഹകരായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. We are not called to carry the thoughts of the world, but we are carrying സ്വർഗീയ പിതാവിന്റെ DNA ആണ് എന്റെ നിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. the DNA of our heavenly Father is placed within us. ഹല്ലേലൂയ. അതിനനുസരിച്ച് പ്രവർത്തിക്കണ്ടേ. And we must act accordingly. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 12, 11, 12, 13, 14 വാക്യങ്ങളിലേക്ക് പോകാം. Exodus 33, 11, 12, 13, 14. ഹല്ലേലൂയ. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് അഭിമുഖമായി സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ദൈവം എങ്ങനെ സംസാരിക്കുന്നത്? See how God speaks to സ്നേഹിതനോട് Moses. സംസാരിക്കുന്ന പോലെ മോശയോട് സംസാരിക്കും എന്ന് As if പറഞ്ഞാൽ he was talking to a friend, God spoke to നിങ്ങൾക്ക് മനസ്സിലാൻ Moses. വേണ്ടി മച്ചു എന്നോണ്ട് വിശേഷം അല്ലാണ്ട് ഒയ്യോ മോസസ് ഇങ്ങനൊരു സൗണ്ട്. നമ്മളങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ നമ്മൾ രാത്രിയിലെ കർത്താവ് വരത്തുള്ളല്ലോ. ഇങ്ങനെ അതുകൊണ്ടല്ലേ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ചിലരങ്ങനെ ആയിരിക്കുന്നത്. പകലൊന്നും കർത്താവിന് കാര്യം പൂച്ചയുടെ സ്വഭാവമാണ് കർത്താവിന്. രാത്രിയിലെ കർത്താവിന് കണ്ണ് കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരം പ്രഭാതങ്ങളിൽ അങ്ങനെ നമ്മളെ ട്യൂൺ ചെയ്യുന്നോണ്ടാ ഒന്നും കാണാത്തത്. Some of us think that God 24 മണിക്കൂർ കർത്താവിന്റെ അല്ലേ. God can speak 24 നീ hours. വിചാരിക്കുന്ന പാതിരാത്രിക്ക് 2 മണിക്ക് കർത്താവ് വരത്തുള്ളൂ വിചാരിക്കുന്നു. You think that God comes only at midnight? ആരുമില്ലാത്ത സമയത്ത് എല്ലാവരും ഇരിക്കും. എല്ലാ ബഹളത്തിന്റെ ഇടയിലും നിനക്കിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ? Even amidst chaos, can you worship the Lord? We want quietness all around. No one should talk. Only then we can അയ്യോ, pray. നിന്റെ അകത്തെ ബഹളം കർത്താവ് കണ്ടിട്ടാ അവൻ തന്നെ ഇറങ്ങി വന്നത്. God has seen the noise within you, so God has come down to him in the midst. ഈ ബഹളനോടൊക്കെ കർത്താവ് അന്നേരം ഓടേണ്ടത് ഇല്ല. നീ ഒരു ബഹളക്കാരനാണെന്നും നിന്റെ അകത്തെ ബഹളത്തെ ശാന്തമാക്കുവാനും ആ കൃപാലുവായ ദൈവം നിന്റെ അകത്ത് വന്നത്. God knows the chaos that is inside of you, and so He has come down to calm you. AC റൂം വേണം, ശാന്തത, സൈലൻസ്. അവിടെ വെളിയിലടിച്ചു മിണ്ടരുത് പ്രാർത്ഥനയില്ല. ദൈവദാസൻ പ്രാർത്ഥിക്കുക. അങ്ങോട്ടങ്ങ് പോവല്ലേ. ഭാര്യയും പറഞ്ഞു ഒറ്റാൻ പ്രാർത്ഥനയില്ല പോവല്ല. എന്താ പറ്റും അങ്ങോട്ട് ചെന്നാല്? അത് ശരിയാ, പുള്ളിയെടുത്ത് നമ്മളെ വെട്ടി കണ്ടിച്ച് താഴെ വെക്കും. Some of you want to just shut yourself up in the room. No one should even enter that way. You get upset. That's how you want to pray. പ്രാർത്ഥിക്കുക. You're ശല്യപ്പെടുത്തരുത്. Don't disturb. I'm praying. അതുകൊണ്ടൊക്കെ മിക്കവാറും എല്ലാവരും രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. That's why mostly people choose നല്ലതാ night കേട്ടോ. time to കോൺസെൻട്രേഷൻ pray. ഉള്ളത് നല്ല. അതിനൊന്നും മോശമായിട്ടല്ല പറയുന്നത്. പക്ഷേ 24 മണിക്കൂറും പ്രാർത്ഥിക്കാനുള്ള ആത്മാവിനെ നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. It is good to have concentration and pray, but remember, ഞാൻ 24/7 the Holy Spirit can pray for us. പൗലോസ്ലീഹ പറയുകയാണ് റോമർ 8:26 പറയുമ്പോൾ നിന്റെ ഞരക്കത്തെ പോലും പ്രാർത്ഥനയാക്കുന്നവനാ. Romans When you 8:32. groan inside, നിന്റെ അകത്ത് നീ ഞരങ്ങും. നിനക്കൊരു വാക്ക് വരത്തില്ല എന്റെ ചന്തു. എന്ത് വാക്കുകൾ പറയണ്ടായോ? We need to use words. You are communicating. പിതാവായ ദൈവത്തോട് നീ സംസർഗത്തിലാണ്. We are in communion with the Father in heaven. അവിടെ മോശ ഈ 33 അധ്യായം മുമ്പോട്ട് പോട്ടെ. 33 അധ്യായത്തിനകത്ത് അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാ. ചിലരൊക്കെ അങ്ങനെയൊക്കെ നീക്കണം കേട്ടോ. ശുശ്രൂഷക്കാരുടെ കൂട്ടത്തിലൊക്കെ വിട്ടുപിരിയാക്കാൻ നീക്കണം. അല്ലാണ്ട് ഇതാ എന്റെ രാജിക്കത്തെന്ന് പറഞ്ഞ് വേറെ എടുത്ത് വന്നിച്ച് പോവല്ല. Joshua was hanging around the tent where Moses prayed. മോശ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പുള്ളിക്ക് വല്ല പണിയുണ്ടോ?
When Moses was praying inside, നമ്മളായിരുന്നു Joshua അവിടെ was standing ഇരുന്നുകൊണ്ട് outside. നമ്മളവിടെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയേനെ. അച്ചായോ പ്രേരമായാലും കയറിയിട്ട് കാണുന്നില്ലല്ലോ. ചാനുണ്ടോടാ? വേറെ വല്ല രണ്ടുപേരെ കൂടെ വിളിച്ച് ചച്ചാനുണ്ടോ, ജീവനോടുണ്ടോ, ഇവിടെ ചത്തുപോയോടാ, എന്തോടാ കേൾക്കുന്നില്ല, ശബ്ദമില്ല അല്ലേ? അങ്ങനത്തെ ജോഷുവയെ കൊള്ളത്തില്ല. Here we see that Joshua did not depart from the tabernacle until Moses finished. അത് ആദ്യ വാക്യം പറയുന്നത് ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശസിനോട് സംസാരിക്കുക. God was talking to Moses like a friend. അതെങ്ങനെ മനസ്സിലായി ജോഷുവയ്ക്ക് മനസ്സിലായി. കാര്യം യു ആർ കണക്റ്റഡ് ടു ദി മാൻ ഓഫ് ഗോഡ്. Joshua understood ദൈവ that God was പുരുഷനോട് talking. ബന്ധപ്പെട്ടിരിക്കുന്നവനെ പ്രത്യേക ക്ലാസ് ഒന്നും പഠിപ്പിക്കണ്ട, പ്രത്യേക കോച്ചിങ് ഒന്നും കൊടുക്കണ്ട. യുവർ സ്പിരിറ്റ് ഈസ് കണക്റ്റഡ്. നിന്റെ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. Because Joshua's spirit was connected to that of Moses, Joshua knew very well that God was speaking to Moses. അല്ല ടെൻഷൻ. മോശ പറയോ എന്തോ എത്ര നേരമായി കർത്താവേ, മൊബൈൽ ഉണ്ടായിരുന്നു അന്നേരം വിളിച്ചേനെ അകത്തോട്ട്. Joshua did not get tensed outside the camp. Why is this man not coming out? He did not use a mobile to call him and അടുത്ത find വാക്യം out. വായിച്ചട്ടെ. മോശ കർത്താവിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടി അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. അടുത്തത്, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണം. അടുത്ത വാക്യം 14. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോയി. ദൈവം വ്യക്തമായിട്ട് മോശയോട് പറയാണ്, my presence will be there always with you. നിന്റെ കൂടെ എന്റെ സാന്നിധ്യം വരും. അടുത്ത വാക്ക് കണ്ടില്ലേ? സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ നിനക്കെന്തോ കിട്ടും? അല്ലേലും ഉറപ്പായ കാര്യമായി എടാ, നീ അസ്വസ്ഥനായിരിക്കുന്ന ഈ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട്. When God's presence comes with you, you will be at rest. Martha, you are tensed with, you are worried with many things. ഒത്തിരി കാര്യത്തിൽ മാർത്തേ നീ ബുദ്ധിമുട്ടാണ്. ആരാ കൂടെ ഇരിക്കുന്നത്? അറിയത്തില്ലെങ്കിൽ പിന്നെ അസ്വസ്ഥത ഉണ്ടായി പോകത്തില്ലേ? സാന്നിധ്യം മനസ്സിലാക്കിയവൻ സ്വസ്ഥതയുള്ളവനാണ്. Those who recognize the presence of God will be at rest. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടേ അസ്വസ്ഥത വരുന്നെങ്കിൽ സാന്നിധ്യം എന്താണെന്ന് പിടികിട്ടുന്നില്ല. From morning, if you are at unrest, you don't know the presence of God. അടുത്തിരിക്കുന്ന ആളോട് പറയുന്നു, കൈ കൊടുത്ത് പറയാം, അസ്വസ്ഥതയാണോ? സാന്നിധ്യത്തെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. Please shake hands with the person next to you. Are you at unrest? You have no clue about the presence of ഇപ്പം തന്നെ കൈ തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? തന്ന പുള്ളിയുടെ കൈ അങ്ങനെ ഇരുന്നെന്ന് മനസ്സിലായില്ലേ? സാന്നിധ്യമില്ല, ഒരു കുന്തവും ഇല്ല. ഉണങ്ങിയ ഇങ്ങനെ ക്ഷീണിച്ചൊരു കൈ തന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായോ? സാന്നിധ്യവും ഇല്ല, ഒന്നുമില്ല. സാന്നിധ്യം കൂടെ ഇരിക്കുന്നത്. When you have the presence of God with you. Amen. Hallelujah. Hallelujah. അത് സാന്നിധ്യം കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതിനു ശേഷം 18ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ട്. 18th verse. കർത്താവ് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കുമെന്ന്. The Lord said, my presence shall go with you. അപ്പൊ എന്താ പിന്നെ പ്രാർത്ഥിക്കുക? നിന്റെ തേജസ്. അപ്പൊ സാന്നിധ്യം വേറെ, തേജസ് വേറെ. And on the 18th verse, Moses says, show me your glory. നിനക്ക് സാന്നിധ്യം ഇഷ്ടമായിരിക്കാം. ദൈവം പറയാണ്, സാന്നിധ്യമുണ്ട്, ഉറപ്പാണ്. പക്ഷേ നിനക്ക് ആവശ്യം എന്റെ തേജസ്സാണ്. Moses doesn't stop with his presence. Moses says, show me your glory, which means presence and glory are different. നിനക്ക് അവന്റെ ആകൃതി കണ്ട് നിനക്ക് വേണ്ടുന്ന സംരക്ഷണം ഉണ്ടെന്ന് ഉറപ്പാക്കിയാൽ മതിയായിരിക്കാം. പക്ഷെ അവൻ പറയുന്നത്, എന്റെ സംരക്ഷണം നിന്റെ കൂടെ കാണുന്നതിനേക്കാളും കൂടുതൽ എന്റെ സ്വഭാവം നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. Maybe you just want God's protection, but beyond that, God wants to reveal His character. Are you getting me? മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് സാന്നിധ്യം മതിയായിരിക്കാം. കർത്താവ് പറയുന്ന സാന്നിധ്യം കൊണ്ട് നിനക്കൊരു മാറ്റവും ഉണ്ടാകത്തില്ല. എന്റെ തേജസ് വരും, എന്റെ നേച്ചർ നിന്നിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. God says that with my presence there won't be any change in you, but when the glory comes, my character would be revealed in you, and there will be a change. Character transformation. നിങ്ങൾ നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളെല്ലാം വിശ്വാസത്തിൽ വന്നിട്ട് ഒത്തിരി നാളെങ്കിലും character transformation നടക്കാത്തതിന്റെ കാര്യം സെൽഫ് എഴുന്നേറ്റിരിക്കുന്നുണ്ടോ? Although we've come to the faith, we've been in the faith for a long time, the character transformation does not happen because we don't recognize His glory. മനസ്സിലാകുന്നുണ്ടോ? സ്വഭാവം മാറുന്നില്ല. Why our nature doesn't change? നമുക്ക് സാന്നിധ്യം വേണം. We need presence. ആരാധനയിലേക്ക് നിൽക്കുമ്പോൾ നിൻ സാന്നിധ്യം മതി.
When we worship, we want His presence. നമ്മളും അത് തന്നെ പറഞ്ഞു, സാന്നിധ്യം മതി എന്ന് പറഞ്ഞു. We just want His presence. കർത്താവ് പറഞ്ഞില്ല, അതിന്റെ മുകളിലായിട്ട് എന്റെ നേച്ചറോടെ നിനക്ക് വരണം. God says that above my presence, my nature also should come to you. 19ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. 19th verse. 19ാമത്തെ വാക്യം, I will cause all my goodness to pass before you. നിന്റെ മുമ്പാകെ എന്റെ സർവ്വ നന്മകളും സർവ്വ മഹത്വവും മുമ്പാകെ പോകും. And God says in the 19th verse that I will pass all my മഹിമ, തേജസ്, എന്റെ എന്തൊക്കെ ഭാവം എനിക്കുള്ളത് അത് മുഴുവൻ നിന്റെ കൂടെ എപ്പോഴും കാണും. all my goodness shall pass before you. അതുകൊണ്ടാണ് 34-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 34-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് ഒരു 7 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു. കർത്താവിന്റെ നാമത്തെ ട്രിനിറ്റി എന്നാന്ന് മനസ്സിലാക്കാനുള്ള വാക്കാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, വലിയ വാസ്റ്റായ കാര്യമാണ്. ട്രിനിറ്റിയെ കാണിക്കുന്നതാണ് 34-5-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം, കർത്താവ് അവന്റെ മുമ്പാകെ കടന്ന് കർത്താവായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ. നിങ്ങൾ ശ്രദ്ധിച്ച് എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, അവന്റെ നേച്ചർ ശ്രദ്ധിച്ച്, ഒന്ന് അവൻ കരുണയുള്ള ദൈവമാണ്. Exodus 34 verse 6. Look at the nature of God. പ്രസൻസിനകത്ത് മനസ്സിലാക്കത്തില്ല. തേജസ് ഇറങ്ങി കഴിഞ്ഞാൽ അവന്റെ കരുണയുടെ ബഹുത്വം നീ കാണും. In His presence you may not recognize His, but when His glory comes, you will see the greatness of His mercy. അടുത്തത് കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, കൃപ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നീ ആയിത്തീരും. A gracious God, abounding in goodness. മാത്രമല്ല ദീർഘക്ഷമയുള്ള ദൈവത്തെ നീ പരിചയപ്പെടും. And then you will know a God who is long suffering. നിങ്ങൾ നോക്കിയാൽ ദീർഘക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് സഫറിംഗ്, ഭയങ്കര ക്ഷമ. ഇനിയിപ്പം ഇവിടെ അടിച്ചാലും അവിടെ കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അവനതാ. God is so long suffering. how many of us are like that? ഇവിടെ അടിയൊന്നും വരണ്ട, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ നമ്മൾ ഉടനെ തന്നെ സംസ്കൃതമൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ പെന്തക്കോസിലൊക്കെ വന്ന ഒരു അന്യഭാഷ ഉടനെ പറഞ്ഞു കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീ മുടിഞ്ഞു മുണ്ടക്കോല് വെക്കുന്ന ഈ പറഞ്ഞതിന്റെ കാര്യം അല്ല, വേറൊന്നുമല്ല. അന്യഭാഷ പറയുന്നതിന്റെ കാര്യം എന്തുവാ? മറ്റവനെ പ്രാഗൻ വേറെ ചീത്തയൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ വന്നിട്ട് മാറും. റിബാല ശന്തനെ റിഗൽത്തുരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോന്ന് കാണത്തില്ലേ? അത് പ്രാഗ്യതാ, വേറെ ഒന്നുമല്ലത്. കാര്യം നിന്റെ അകത്തെ ക്ഷമ പോയി. നിനക്ക് ദീർഘക്ഷമയൊന്നും അല്ല വരുന്നത്, നിനക്ക് പെട്ടെന്ന് കോപം വരുന്നത്. കോപം, ആങ്കർ. When somebody offends you, when somebody slaps you on one cheek, how many of us can show the other cheek? Do we get angry? Do we get upset? Or are we long suffering? Long suffering കഴിഞ്ഞ അടുത്ത വാക്കുണ്ടല്ലേ, and he is trustworthy. വിശ്വസ്തൻ. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തൻ. He is faithful and he is ഇന്ന് രാവിലെ തന്നെ trustworthy. നിങ്ങളുടെ വിശ്വസ്തത വേണം ഇപ്പം ഞാൻ അളന്ന് കാണിക്കാം. എത്ര പേരാ 10 മണിക്ക് വന്നത്? വിശ്വസ്തതയുടെ പ്രശ്നം അത്. I can tell you how many of us are faithful, how many of us came അപ്പൊ at 10 o'clock. എന്നെ നോക്കിക്കൊണ്ടിരുന്നവരെല്ലാം കുനിഞ്ഞു നോക്കി. കുനിഞ്ഞന്റെ കാര്യം എന്റെ ഈ കണ്ടംനേഷന് വേണ്ടിയല്ല പറയുന്നത്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ 10 മണിക്ക് ഉള്ളത് നിങ്ങൾ 10:30 വന്ന് 11 മണിക്ക് വന്നു, ഞാൻ 1:30 വരത്തുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞാലോ? Imagine even amidst our unfaithfulness, God is faithful. If we come late, what if God says, you are coming at 10:30, I will come at 1:30? അർത്ഥമാക്കുന്നത് താമസിച്ച് വരാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു. അർത്ഥമാക്കുന്നത് നിന്റെ എന്ത് പിടിപ്പുകേടുണ്ടെങ്കിലും അവൻ ഒരിക്കലും ആ പിടിപ്പുകേട് കാണിക്കത്തില്ല. അവന്റെ വിശ്വസ്തത എന്നും എന്നേക്കുമുള്ളതാണ്. I'm not encouraging you to come late, but I'm just saying even in your weakness, God will remain faithful. 7-ാമത്തെ വാക്യത്തിനകത്ത് പിന്നെ അവനെ കുറിച്ച് പറയുന്നത് അവന് ഈ പറയുന്നത് അകൃത്യം 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. കേക്ക്, നിങ്ങൾ ചെവി തുറന്ന് കേക്ക്. വായിക്കുന്നവർ വായിച്ച്, നിന്റെ അകൃത്യത്തെയും പാപത്തെയും ക്ഷമിക്കുന്നവനാണ്. അവന്റെ ഭാവം അതാണ്. The character of God is such that He forgives our iniquity and our sins. That is His nature. അടുത്ത പറയുന്നത് തലമുറയോളം ഈ കുറ്റങ്ങൾ അത് പഴയ നിയമത്തിന്റെ ഭാഷയിൽ നിന്ന് നോക്കുമ്പോഴാണ് കുറ്റങ്ങൾ തലമുറയോളം സഞ്ചരിപ്പിക്കുന്നവനായിരുന്നു. In the language of the Old Testament, the iniquities were passed down to generations. ഇന്ന് ഞാൻ പറയട്ടെ, അപ്പനും അമ്മയും നേരെ ചൊവ്വേ നടന്നില്ലേ മക്കളെങ്ങനെ ശരിയാകുന്നു? Today I want to tell you, if parents are not walking in the right way, how can your children be all right? വീട്ടിൽ ഇരുന്നുകൊണ്ട് മക്കളെ നോക്കി വേണ്ടതിനും പറയും. എങ്ങനെ പിള്ളേർ പിന്നെ ശരിയാകുന്നു? You look at your children and speak negative things. How can they come all right? നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ലടാ, നീ എവിടെ രക്ഷപ്പെടാനാ? There's no use of you studying, you will not. നിങ്ങളുടെ പിള്ളേർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡിസബിലിറ്റി അല്ല പറയേണ്ടത്, എന്റെ ദൈവത്തിന്റെ മഹത്വം ഇവനെ ശക്തനാക്കും. If your children have any sort of a disability, don't speak about it.
say that God's glory will strengthen my child. എല്ലാവർക്കും വേണ്ട പാടാൻ കഴിവുണ്ട്, എല്ലാവർക്കും വരയ്ക്കാൻ കഴിവുണ്ട്, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിവുണ്ട്. ഒരു കഴിവുമില്ലാത്ത നിന്റെ മേൽ കഴിവുള്ളവൻ പ്രവർത്തിക്കും. Not everyone is able or skilled in every aspect, but God's glory will work in your weakness. പിള്ളേർക്ക് അടുത്തിരിപ്പുണ്ടെ തലയിലോട്ട് കൈ വെച്ച് പറയണം, എന്റെ കുഞ്ഞിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ഒരു കുഞ്ഞുമില്ല. You must lay hands on your children and say, there is no one blessed like my child. അനുഗ്രഹത്തെ നീ വിളിച്ചു വരുത്തണം. അനുഗ്രഹത്തെ തലയിലോട്ട് വെച്ചിട്ട് You must speak and അനുഗ്രഹത്തെ call forth വിളിച്ചു വരുത്തണം. You must call forth blessings upon your children. നീ ഇങ്ങനെ പരാപരം സാധാരണ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് മാറാനുള്ളത്. യു ആർ എ ഗ്ലോറി കാരിയർ. ലുക്ക് അറ്റ് ഹിം ആൻഡ് സേ, എന്റെ സിമി സിസ്റ്ററെ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാം, യു ആർ എ ഗ്ലോറി കാരിയർ. Look at your children and say, you are a glory carrier. നിങ്ങളുടെ പിള്ളേർ അടുത്തിരിപ്പുണ്ട് പറയും, നീ ചുമ്മാതൊന്നുമില്ല, നീ എന്റെ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവനാണ്. You must look at your children and say, you carry my God's glory. എടാ പിള്ളേരെ, ഞങ്ങൾ നിന്റെ അപ്പനും ഞാനും ഒക്കെ ഈ ലോകത്തിന്റെ ഭാരം അറിയാതെ വഹിച്ചു പോയി. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു കാര്യം അറിയാം, എന്റെ തലമുറകൾ ദൈവത്തിന്റെ മഹത്വത്തെ വഹിക്കും. Out of ignorance we didn't know this in our childhood, but I know my children will carry God's glory. വീട്ടിനകത്ത് വേണ്ടാതീനം പറയരുത്. Don't speak unnecessary things at home. വേണ്ടാതീനം പറഞ്ഞാൽ വീട് കുപ്പക്കുന്നായി പോകും, അങ്ങനെ കിടക്കും, നശിച്ചു പോകും വീട്. Your house will be destroyed if you speak negative things. എന്റെ പിള്ളേരെ, നിങ്ങളെ അടുത്ത ദിവസം വീട്ടിൽ കയറി താമസിക്കുക, പുതിയ വീടാ, പുതിയ വീടിനകത്ത് പുതിയതല്ലാത്ത പഴയ ഒറ്റ ഒരു സാധനത്തെ കയറ്റിയേക്കരുത്. You're going to live in a new house next week. Please speak new things in your new house. അത് നിന്റെ വീടാണെങ്കിൽ നീ അതിനകത്ത് അധികാരിയായിട്ട് പ്രവർത്തിക്കണം. If that is your house, you have the authority in that house. എന്റെ വീട്ടിനകത്ത് വേണ്ടാതീനം പറയാനോ പ്രവർത്തിക്കാനോ ഞാൻ ആരും സമ്മതിക്കത്തില്ല. I will not allow anyone to talk negative things in my house. എന്റെ പിള്ളേരെ നോക്കി ഞാൻ വേണ്ടാതീനം പറയത്തില്ല. I never talk ill about my children. എന്റെ കൊച്ചു ഉണ്ടായി, രണ്ടാമത്തെ കുഞ്ഞു ഉണ്ടായി, 7 വയസ്സ് വരെ സംസാരിക്കത്തില്ല. അവൻ പൊട്ടന മണ്ടന ഒന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ 7ാമത്തെ വയസ്സിൽ അവൻ വാ തുറന്ന് സംസാരിച്ചു. ഇപ്പോഴും അവന് ചെറിയ സ്റ്റാമറിംഗ് ഉണ്ടെങ്കിലും അവൻ എത്രയോ പിള്ളേരെ പഠിപ്പിച്ചു. My son was born, he couldn't speak until the age of 7 years, but at the age of 7 he began to speak in tongues. We been keep on speaking on him. You are a prophet. പറഞ്ഞു ഒറ്റ ആഴ്ച സൺഡേയിൽ അവൻ പോയില്ലെങ്കിൽ അവന് വെപ്രാണോ. We kept speaking over him. We never spoke negatively over him, and today he cannot stay without worshiping the Lord. ചർച്ചിൽ പോയില്ലെങ്കിൽ അവന് വിഷമം, അവന് മീൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടതുപോലാണ്. He is like a fish out of water when he doesn't worship. നിന്റെ മക്കളെ നീ ആരാധനയ്ക്കാണോ അത് വേറെ വല്ല കാര്യത്തിനാണോ വിടുന്നത്? Do you encourage your children to worship the Lord, or you send them for something else? നിങ്ങൾ നോക്കണം, എന്തുവാണെങ്കിലും പറയണം. എന്തോ സാധനം നിനക്ക് നഷ്ടപ്പെട്ടാലും ഞായറാഴ്ചത്തെ ദിവസം നീ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി, ഏത് ദിവസമാണെന്ന് വെച്ചാൽ ആരാധിച്ചോണം ദൈവത്തെ. No matter what you lose, you must encourage yourself and your family to worship the Lord on സമയം ഉണ്ടാക്കണം. If you don't have time, make time for it. അവന്റെ പ്രശ്നം അതായിരുന്നു, അവന് ജോലി കാരണം അവന് പോകാനൊക്കത്തില്ല. കാര്യം അവൻ ഗിറ്റാർ വായിക്കുന്നവരാണ്. ആ ചർച്ചിനകത്ത് അവന് പോകാനൊക്കുന്നില്ല. അപ്പൊ ഞാൻ പലരോടും സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. സംഹൗ പല തടസ്സങ്ങൾ കാണുമായിരിക്കും. അതിന്റെ മധ്യത്തിൽ അപ്പനും അമ്മയും സൈഡല്ല പിടിക്കേണ്ടത്. നിന്റെ അവന് കിട്ടുന്ന ശമ്പളമല്ല, അതിന്റെ അപ്പുറത്തായി ദൈവത്തിന്റെ മഹത്വത്തെ കൊണ്ടു നടക്കുന്നവനായി കാണണം. Beyond the salary you get, beyond every other inconvenience, your children must carry God's glory. ഒരു ഞായറാഴ്ചയല്ലേ, കുഞ്ഞ് ഉറങ്ങിക്കോ, അവിടെ കിടന്ന് ഉറങ്ങിക്കോ, നീ എല്ലാം മൊത്തമായിട്ട് കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. Don't encourage your child to sleep on a Sunday. വീട്ടിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വഹിക്കുന്നവരാ വേണ്ടത്. You want your children to carry glory in your house. Hallelujah. Hallelujah. അതുകൊണ്ട് നോക്കണേ, തലമുറകളിലേക്ക് എന്തോ ഇറങ്ങി ചെല്ലണം. What should come down into the generation? ദൈവത്തിന്റെ ഗ്ലോറി, മഹത്വം ഇറങ്ങി ചെല്ലണം. Glory must come down into the generation. ദൈവത്തിന്റെ സ്വഭാവം ഇറങ്ങി ചെല്ലണം. Which means his character should come into the children. ഇങ്ങനെ പറയുന്നത്, ഇത് പുറത്ത് കാണുന്ന ദൈവം അല്ല, നീ പുറത്ത് മനുഷ്യൻ പറയുന്ന അല്ല, നിന്റെ അകത്തു ദൈവം വരണം. It's not outward. God has to come within you, inside of you. ദൈവം നിന്റെ അകത്തുണ്ട്, പക്ഷെ ആ ദൈവത്തെ നീ തിരിച്ചറിയാൻ നിന്റെ അകത്തിരിക്കുന്ന ദൈവം ആരോ. The problem is God is in you, but you don't recognize God. എന്താ പറയുന്നത്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നി പോലുള്ളവനാ. He is a consuming fire. നിങ്ങൾ ഓർത്തു നോക്കി, അവനാണ് നിന്റെ അകത്തിരിക്കുന്നത്. He is within you. നിന്റെ അശുദ്ധിയെ ചാരമാക്കുവാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. He can cleanse your impurities, burn them to ashes. ഗലാത്യ ലേഖനം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ, ഈ മനസ്സിലാക്കിയ പൗലോസ്ലീഹയാണ് എഴുതിയ ഗലാത്യ ലേഖനം 1-24 പറയാണ്, അവിടെ ചെന്ന് സഭയെ മുടിപ്പിച്ച് നടന്നവനെ, ക്രിസ്തുവിന്റെ അനുയായികളെ കൊന്നു നടന്നവനാണ് ഇവൻ. Paul was someone who persecuted the church. അപ്പൊ അവനാണ്, അവനെ കുറിച്ചാണ് പറയുന്നത്. മുമ്പേ ഉപദ്രവിച്ചവൻ ഇപ്പൊ മുടിച്ചു ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രമല്ല, അവനെ ഓർത്തിട്ട് ആൾക്കാർ സന്തോഷിക്കാൻ തുടങ്ങി. Not only that,
people are rejoicing ആ വാക്ക് over him ശ്രദ്ധിച്ച് right now. ആ വാക്ക് ശ്രദ്ധിച്ച് അവർ കേട്ട് എന്നെ ചൊല്ലി, ഇത് ഓരോരുത്തരും ഏറ്റെടുക്കണമേ. അത് കേട്ടിട്ട് അവർ എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. One who formerly persecuted the church, now they glorified God in Paul. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ്, ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ, ഞാൻ കർത്താവിനെ അറിഞ്ഞന്ന് എനിക്കത് സൗഖ്യം സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു റോണി എഴുന്നേറ്റ് നിൽക്കത്തില്ലായിരുന്നു. When I had asthmatic bronchitis, if God healed me the moment I was saved, today I wouldn't be here as a preacher. കർത്താവിനെ അറിഞ്ഞു 2.5 വർഷത്തോളം എടുത്തിട്ടാണ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം ഉണ്ടായത്. It took 2.5 years for me to experience the Lord's complete നിന്റെ healing. സൗഖ്യം താമസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നിന്റെ മേൽ വരാൻ ദൈവം ആഗ്രഹിക്കുക. If your healing is delayed, God desires that His character should come upon you. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന സ്ഥലത്തെല്ലാം അവർക്ക് ഒരിടത്തും പാർക്കാൻ നല്ല ഇടം കണ്ടില്ല. When the children of Israel were led out of Egypt, they did not find a good place to dwell in. വേദപുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ കഴിയും, പാർക്കാനുള്ള നല്ല സ്ഥലം ദൈവം വെക്കത്തില്ല. God did not give them a good കാര്യം place to ദൈവം dwell. നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കനാൻ ദേശമാണ്. Because God has kept a Canaan ready for you. ദൈവം ഉണ്ടാക്കി വെച്ചെടുത്ത് നീ ചെല്ലണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. God's desire is that you have to reach the place God prepared. എന്തെങ്കിലും ഒരു നന്മ കണ്ടിരുന്നു ഇവരവിടെ കൂടി കയറത്തില്ലായിരുന്നു. If they found some goodness, they would have just camped there. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ നന്മകളെല്ലാം നിന്റെ മുമ്പാകെ നടക്കും. That is why God says, I will make my goodness pass over you. ഇത് തന്നെ ദാവീദും പറയും, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്ന് വെച്ചാൽ ഇത് കവിഞ്ഞു വന്നു നിൽക്കുന്നവൻ പുറമോട്ട് നോക്കുമ്പോ എന്റെ ദൈവം എന്നെ നടത്തിയത് ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കും. That is why David says, all my goodness and mercy shall follow me. When I look at the ways God has led me, how can I not praise Him? പുറപ്പാട് പുസ്തകം 34:7-8 വാക്യങ്ങൾ. Exodus 34:7-8. 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ വേഗത്തിൽ. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനായിരുന്നു. എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മോശ ബന്ധപ്പെട്ട് സാക്ഷാംഗം വീണ് എന്തിനു വേണ്ടിയാ? ഇതൊന്നും കണക്കിടരുത്, ഇങ്ങനെ ഒന്നും ചെയ്തു കളയരുത്. ആദ്യം പറഞ്ഞ 6 കാര്യങ്ങൾ ഞങ്ങൾക്ക് മതി, തലമുറയോട് നീ കണക്കിടരുത്. എന്തിനാ? നിന്റെ മഹത്വം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടണം. Moses wanted God's glory to be revealed in his generation, and so he bowed down, made haste and worshipped the Lord and said, Lord, let your iniquities not be passed down to my generation. ഇതാ doxa glory. ഇതാണ് പറയുന്നത്, ദൈവം തന്റെ ആളത്വ രൂപത്തിൽ മെറ്റീരിയൽ ഫോമിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. This is the doxa glory of God, where God in person in material form will work for you. ഈ doxa glory ഈ ദൈവത്തിന്റെ ഈ ആളത്വ ഭാഗം അകത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റും. If you know that this personal form of God is in you, you will be able to forgive others. നമ്മൾ പറയുന്നില്ല, പെട്ടെന്ന് കെറിവിച്ചിരിക്കുക, മുഖത്തോട്ട് നോക്കിയാൽ അറിയാം ആരാണ്ട്. ഇപ്പൊ ഞാനിപ്പോ പലരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ 1 കോടി രൂപ നിങ്ങൾക്ക് തരാനുള്ള പോലെ ഇരിക്കുന്നു. When I look at some of your face, you are so offended as if I owe you some money. ഞാനൊന്നും തരാനില്ലേ, ആർക്കും 1 രൂപയും തരാനില്ലേ. I don't owe you anything. കാര്യം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് അങ്ങനെ ഇരിക്കുക, ദൈവത്തിന്റെ മഹത്വം തന്നെയാണോ, പ്രോണി പാസ്റ്ററിന്റെ മുഖത്ത് കാണുന്ന അതേ മഹത്വമാണ് എന്നൊക്കെ ചിന്തിച്ചായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. Maybe you're wondering, is he really speaking about God's glory? Hallelujah. Hallelujah. ഈ മഹത്വം എനിക്കൊന്ന് ആഗ്രഹിച്ച് ആ നേച്ചറാ എനിക്ക് വേണ്ടത്. We need the nature of God in us. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രസൻസ് മതി എന്നാ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ആ നേച്ചർ വേണം. We always pray for God's presence, but more than that we need God's nature. Forgiving, ദൈവത്തിന്റെ ക്ഷമിക്കുവാനുള്ള ആ സ്ഥിതി ഓർത്തു വയ്ക്കുക. അതുപോലെ പറ്റണ്ടായോ ഡാനി? Even we must be able to forgive like God forgives. അടുത്തിരിക്കുന്ന ആളോട് പറ്റണ്ടായ സിസ്റ്റർ, ബ്രദർ, അമ്മാമ, ചാച്ചാ. Tell the person next to you, shouldn't we forgive others മോളെ like നല്ല God അവസരം, does? മോളെ നല്ല അവസരം അമ്മയോട് പറഞ്ഞു ക്ഷമിക്കാൻ പറ്റണ്ടായോ എന്റെ അമ്മേ. We need to forgive. മോനെ ഇതൊക്കെ ഈ ചർച്ചയിൽ വന്നപ്പോ നിനക്ക് വിടുതലാടാ, ഡെലിവറൻസ് ആടാ മോനെ. അപ്പനോട് പറയാടാ, എന്റെ അപ്പ ക്ഷമിക്കാൻ പറ്റണ്ടായോ അപ്പ. ലെറ്റ് ദോസ് ഈ കട്ടിയായിട്ട് ഇരിക്കുന്ന സാധനം ബൈൻഡ് ചെയ്ത് വെച്ച സാധനം അല്ല അഴിഞ്ഞു പോട്ടെ. Let every hard thing be loosened today. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കും, ഒരു വീട്ടിനകത്തും ഘനത്തോടു കൂടിയ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇരിക്കാൻ പാടില്ല.
I pray that such hardness should not exist in any home. ഇന്ന് പറഞ്ഞു എനിക്ക് എന്റെ പിതാവിനെ പോലെ ആകണം. I want to be like my father. എനിക്ക് എന്റെ പിതാവിനെ പോലെ ആകണം. I want to be like my മറ്റൊരു father. മഹത്വത്തിന്റെ മറ്റൊരു ഭാവമാണ് ഗ്രേറ്റ്നസ്. ഹിസ് ഗ്രേറ്റ്നസ്, സ്പ്ലെൻഡർ എന്ന് പറയുന്ന ശോഭയേറിയ ആ മണ്ഡലം. There is another area of his glory which is his greatness or splendor. അവന്റെ മഹത്വം ചുമ്മാ ഒന്നും അവനെ ആർക്കും കൊടുക്കത്തില്ല. God doesn't give his glories to anybody just like that. കാര്യം അവന്റെ നാമത്തെ ഉയർത്തുന്നവർക്ക് അവന്റെ ആ മഹത്വത്തിന്റെ ഘനം മനസ്സിലാകത്തുള്ളൂ. Only those who lift up his name understand the weight of his അതുകൊണ്ട് glory. യേശു കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്, കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നത് നിന്റെ നാമം മഹത്വപ്പെടണമേ. That is why Jesus taught us a prayer, Lord, let your name be hallowed. We all need to pray this small short sweet prayer. അത് സ്വർഗ്ഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. We need to keep praying this small sweet prayer of Father in heaven, hallowed be thy name. എന്താ പറയുന്നത്? sanctify your name. ഞാൻ ഈ നാമത്തെ ഒത്തിരി കളങ്കപ്പെടുത്തി, എന്റെ I അറിവില്ലായ്മയ്ക്കകത്ത് നിന്റെ നാമത്തിന് മോശം വരുത്തുന്ന ഒത്തിരി കാര്യം ഞാൻ ചെയ്തു. ലോർഡ് ഹല്ലേലൂയ, എന്നെ ഒന്ന് സഹായിച്ച് ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. Unknowingly I have maligned your name so many times in my life. Lord, I pray, അടുത്ത let your വാക്യം name be hallowed. Thy kingdom come. നിന്റെ രാജ്യം വരണമേ. Next verse says, thy kingdom ഒന്നാമത്തെ come. കാര്യം എന്തോ ചെയ്യേണ്ടത്? അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ രാജ്യം പ്രാവർത്തികമായി തീരത്തുള്ളൂ. When you hallow his name, his kingdom will manifest in our ഹല്ലേലൂയ. lives. നാമത്തിന് മോശം വരുന്നതൊന്നും എന്റെ കുഞ്ഞെ കൈ കൊടുത്തിട്ടൊക്കെ പറയും, നാമത്തിൽ കർത്താവിന്റെ നാമത്തിന് മോശം വരുന്ന പണിയൊന്നും നീ കാണിക്കാതെ. Don't do anything that will malign the name of God. കമ്പനി കൂടി അടിച്ചതാന്ന് കമ്പനി കൂടി അടിച്ചതാന്ന്. അല്ല, കർത്താവിന്റെ നാമത്തിന് മോശം വരുന്നൊന്നും ചെയ്യാതിരിക്കുക. Don't do anything that is against the name of God. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ 17:1 വായിച്ചാട്ടെ. John 17:1. വായിച്ചാട്ടെ യോഹന്നാൻ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി. ഇത് സംസാരിച്ചതിന് ശേഷം ഈ 17-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി നന്നായി വായിച്ചു പഠിക്കണം. John 17 is the heart of our Father. യേശുവിന്റെ പിതാവിന്റെ ഹൃദയത്തെ കാണിക്കുന്നത് ഈ 17-ാം അധ്യായം. Please study thoroughly John 17. It shows the heart of Jesus and his communion with the Father. നാഴിക വന്നിരിക്കുന്നു. അടുത്തെന്താ? നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. Listen. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. പുത്രനെ മഹത്വപ്പെടുത്തേണം. അപ്പൊ പുത്രനെ മഹത്വപ്പെടുത്താതെ, കേട്ടെ, എന്നെയും നിന്നെ മഹത്വപ്പെടുത്താതെ പിതാവിന് മഹത്വം കിട്ടത്തില്ല. Hallelujah. And Jesus prays that the hour has come, glorify your son, that your son may glorify you. Which means, if God doesn't glorify us individually, God's glory won't be revealed to us. യേശുവിന് മഹത്വം കൊടുക്കാതെ ഒരിക്കലും യേശുവിന്റെ പിതാവായ ദൈവത്തിന് മഹത്വം കിട്ടത്തില്ല. Unless Jesus is glorified, his Father won't get the glory. ഇതിനെ കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പൗലോസ്ലീഹ ചെയ്തുകൊണ്ടായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ Maybe Paul did a detailed study about this. That's why when we read 1 Corinthians 15:28, ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ഇല്ലായിരുന്നുണ്ടല്ലോ, സത്യത്തിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. I really like Paul because without him we wouldn't know many things. അതുകൊണ്ട് എന്തുമാത്രം കഷ്ടം ഈ മനുഷ്യൻ സഹിച്ചെന്നറിയാമോ? ഈ കർത്താവിന്റെ ഈ നാമത്തിന്റെ ശക്തിയെ നമ്മുടെ ഇടയിൽ ഒന്ന് പ്രസിദ്ധമാക്കാൻ. He had to go through a much persecution just to reveal and glorify the name of Jesus. വാക്യം വായിച്ചാട്ടെ. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരുന്നു. ആരാണ് പുത്രനും സകലവും കീഴ്പ്പെടുത്തി കൊടുത്തത്? ആ കീഴ്പ്പെടുത്തി കൊടുത്തവന് പുത്രൻ കീഴ്പ്പെട്ടിരുന്നു. That means submission illade nee onnum prabhikathilla. It says that the son under whom everything was subject to himself was subject to God, which means if you don't learn submission, you will not see the glory. See, adu putran deivamaanengilum pidavai deivathine keelpedade pidavilulla mahathvathe ninakku kaigaryam cheyan okkathilla. Even though he was a son of God, unless he could be subjected to God, the glory wouldn't be revealed. Bharya bharthavine keelpettirikkanam. Wife should submit to the husband. Makkal appanum ammayku keelpettirikkanam. Children should submit to parents. അതുപോലെ തന്നെ സഭ പാസ്റ്ററിനെ കീഴ്പ്പെട്ടിരിക്കണം. In the same way, church should submit to എല്ലായിടത്തും എന്തോ സംഭവിക്കുന്നത്? ബ്രേക്കിംഗ് അപ്പ് ഉണ്ടാകും, പൊട്ടിപ്പോകും. Otherwise what happens? Things will break up. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ജീവിതം തകർന്നു പോകത്തില്ലേ? The relationship will break, marriage will break. അപ്പനും അമ്മയും പറയുന്ന മക്കൾ കേട്ടില്ലെങ്കിൽ പിള്ളേര് എങ്ങോട്ടേലും പോകത്തില്ലേ?
If parents do not submit, they ലൈക്ക് will, ദാറ്റ്. ചർച്ച് പാസ്റ്ററിന് കീഴ്പ്പെട്ടില്ലെങ്കിൽ ചർച്ച് പല കഷണങ്ങളായി പോകും. the church will divide if it's not submitted to the pastor. നിങ്ങൾക്ക് പല ആശയങ്ങൾ കാണും, പല ഐഡിയാസും കാണുമായിരിക്കാം. നിങ്ങളുടെ ഐഡിയ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഒരു ദർശനമുണ്ട്. It's not your individual ideas that should work. There is a vision that You the church may not has. like my teaching. എന്റെ ഈ സംസാര രീതി ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടിരുത്തിയത് പരിശുദ്ധാത്മാവാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന് കേട്ട് പ്രാപിച്ച് ശക്തി പ്രാപിക്കണം. Maybe you don't like the way I preach, but if you believe that the Holy Spirit brought you here, you must listen, be submissive, hear and receive the glory and be strengthened in His പല faith. കാര്യത്തിനകത്തും ചിലപ്പോൾ നമുക്ക് എതിരഭിപ്രായങ്ങൾ തോന്നാം. സംസാരത്തിന് പല കാര്യങ്ങളും എതിരഭിപ്രായം അവിടെ വെക്ക്. 2 ദിവസം കഴിയുമ്പോൾ നിന്റെ എതിരഭിപ്രായം മാറും. Maybe you have differences in opinion. Just settle it there. After few days, it will go. എല്ലാ കാര്യവും എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടണമെന്നില്ല. Everyone may not like everything. ഇവിടെ ചിലപ്പോൾ ഇവിടുത്തെ ചില രീതികൾ ഇഷ്ടപ്പെടണമെന്നില്ല. Maybe you don't like certain things that we എന്റെ do. വേഷവിധാനം Maybe you don't ഇഷ്ടപ്പെടണമെന്നില്ല. like my dressing. പലതും ഇഷ്ടം. അതൊന്നും കാണാനല്ല വരേണ്ടത്. നിന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ മുഴങ്ങാല്ലാതിരിക്കണം. Don't look at all the external things. If you believe Holy Spirit brought you here for your transformation, be on your knees. അതാണ് സബ്മിഷൻ റിലീസസ് ഫേവർ. കീഴ്പ്പെടുന്നവര് മാത്രമേ അനുകൂലതകൾ ഉണ്ടാകത്തുള്ളൂ. Only if you submit, you would receive God's favor. ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ, ഐ ആം സബ്മിറ്റിംഗ് യു. കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ കീഴ്പ്പെടുകയാണ്. Today tell the Lord, Lord, I want to submit to you. Do you know something? A son will bring glory to his father. ഒരു മകന് മാത്രമേ അപ്പന് മഹത്വം കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. Only a son can bring glory to the Father. Hallelujah. 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 Amen. Glory is rising up a church here in this. ഇതിനകത്ത് പുത്രത്വത്തിന്റെ ഒരു മണ്ഡലത്തെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is raising up a generation of sons in this congregation. പക്വതയുള്ള മക്കൾ, matured മക്കളെയാണ് ഇതിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. God is raising up matured sons in this ബേബി congregation. നെയ്ച്ചൊള്ളാതിരുന്ന് ഒന്നും മനസ്സിലാകാതെ ബേബി കുഞ്ഞായിട്ട് ഇരുന്നിട്ട് എന്തോ കാര്യം? മെച്യൂരിറ്റി വേണം. Don't be like a baby. You have to attain ഈ maturity. ദിവസങ്ങളിൽ ഞാൻ കാണുക അങ്ങനെയുള്ളവരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കണം. പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുക. God has to raise sons in this generation. ഇപ്പൊ വേണേ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മേലും ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ പകരണമേ. Lord, let the spirit of sonship fall on കർത്താവേ, me. ഞാൻ അതിനെ സ്വീകരിക്കുന്ന ആ പുത്രത്വത്തിന്റെ മണ്ഡലം എന്റെ മേൽ തരണമേ. Oh, let the area of sonship open up to me and let me receive it. Hallelujah. 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 റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ഞാൻ വേഗത്തിൽ പോട്ടെ, സമയം മുമ്പോട്ട് പോകുന്നു. Romans 8:30. മുൻനിയമിച്ചവരെ വിളിച്ചും മുൻനിയമിച്ചവരെ പ്രീ ഓർഡൈൻഡ്, പ്രീ ഡിസ്റ്റൈൻഡ് നമ്മളെല്ലാവരും. നമ്മളെന്നല്ലാണ്ട് ഇന്നലെ അങ്ങോട്ട് കേട്ടപ്പോ ഓയ് എന്ന് വിളിച്ചപ്പോ യെസ് എന്ന് പറഞ്ഞു വന്നവരല്ല, പ്രീ ഡിസ്റ്റൈൻഡ് ആണ്. We are all predestined and called. നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ടേ നിന്നെ നിയമിച്ചതാ. God has preordained you. അതാ എഫേസ്യർ 1:4 എഴുതിയിരിക്കുന്നത്. ഉലക സ്ഥാപനം, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് കോസ്മോസ് എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും കർത്താവ് വിളിച്ചതാ. You and I are called even before the foundation of the cosmos. എടാ കുഞ്ഞി, എന്നിട്ട് നീ എന്നടാ ഇപ്പോഴും ശരിയാക്കാത്തത്? Then why are you still going away? എനിക്കത് മനസ്സിലാകുന്നില്ല. You don't understand. എന്തോ എന്നെ ഉലക സ്ഥാപനത്തിന് മുമ്പ് വിളിച്ചവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, If I understand the one who called me even before the foundations of the world, എന്റെ ബിഹേവിയർ എല്ലാം മാറും, എന്റെ my പെരുമാറ്റങ്ങളെല്ലാം behavior will change, my character മാറാത്തിന്റെ കാര്യം എനിക്ക് changes. മനസ്സിലാകുന്നില്ല. I don't change because I don't understand the മുൻനിയമിച്ചവരെ call. വിളിച്ചു. മുൻനിയമിച്ചവരെ എന്ത് ചെയ്തു? ഒരു ടൈം ആയപ്പോൾ നമ്മളെല്ലാം ഒരു ടൈം ആയപ്പോൾ വിളി കേട്ടവരാണ്. Whom he predestined, he called at a particular 20 years time. back, 40-ാമത്തെ വയസ്സിൽ ഞാൻ ഈ വിളി കേട്ടത്. I heard the call when I was 40 years. എന്റെ 3-ാമത്തെ കുഞ്ഞുണ്ടായപ്പോഴും ഞാൻ ഈ വിളി കേട്ടത്. I heard the call when my third child was born. അവിടെ മേൽ വന്നിരിക്കുന്ന ആ ശാരീരിക അസ്വസ്ഥതകളുടെ മേലാണ് ആ വിളി ഞാൻ കേട്ടത്. In the midst of the physical infirmity my child faced, I heard the call. 130 വർഷം പഴക്കമുള്ള എന്റെ വീടിനകത്ത് മൊത്തം രോഗമാണ്. 120 years old house, it was full of sickness. ഞാൻ അവിടെ എവിടുന്നില്ല, ഞാൻ മർത്തോമൻ പള്ളിയിൽ അച്ഛൻ കഴിഞ്ഞ അടുത്ത ആളായിട്ട് ഞാൻ നിന്ന് പാട്ട് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. I was the one who led music in the Marthoma church. അല്ലെ, ഞായറാഴ്ച രാവിലെ കള്ളു കുടിച്ച എവിടെയെങ്കിലും ഷൗക്കോട്ടെ കിടന്ന ആളൊന്നുമല്ല ഞാൻ. I was not somebody who was far away from church. പക്ഷെ അതിനകത്തുനിന്ന് ഒരു വിളി വന്നത് ഞാൻ കേട്ടു. But in the midst of all that, I heard God's call. ആ പള്ളിക്കകത്തുനിന്ന് പൊട്ടിക്കരഞ്ഞ ഞാൻ ഇറങ്ങിയ പിളർന്നൊരു പാറ എന്നുള്ള പാട്ട് കുർബാനയ്ക്ക് പാടുമ്പോൾ റോണി പൊട്ടിക്കരഞ്ഞ അതിനകത്തുനിന്ന് ഇറങ്ങുന്നത് എനിക്ക് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ.
Once when I was standing in the Marthoma church and singing the song Rock of Ages cleft for me, I broke down crying and I came out of the church. അപ്പൊ ആ സ്റ്റാൻസ ഇങ്ങനെ, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപ താ. കരഞ്ഞോണ്ട് I was singing these words, naked I was, give me your clothing. And I started crying. എന്റെ കുടുംബത്തിന്റെ പള്ളി, അതിനകത്ത് ഞാൻ എങ്ങനെ ഇറങ്ങും? It was my family church. How could I come out of എനിക്ക് it? ചർച്ച തന്നിരിക്കുന്ന പൊസിഷൻ ഇതെല്ലാം കളഞ്ഞ് ഞാൻ എങ്ങനെ ഇറങ്ങും? How can I leave the positions the church gave me? I never wanted to be a pastor. എനിക്ക് പാസ്റ്റർ ആകാനൊന്നും എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. I never wanted to be a pastor. പക്ഷെ അവിടുന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ എവിടെ പോകും, എന്തോ ചെയ്യും? I came out of the church, I came home. Where will I go? What will I do? അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സൗഖ്യം നടത്തും. When I was praying, that's when I അത്രയും received my നാൾ ഞാൻ healing. ഇൻഹെയിലർ വലിച്ചുകൊണ്ടിരുന്ന, ആസ്മയുടെ ഇൻഹെയിലർ വലിച്ചുകൊണ്ടിരുന്ന, 2 പോക്കറ്റിലും 2 തരത്തിലുള്ള മരുന്ന് ഇട്ടുകൊണ്ട് നടന്ന ഞാൻ മരിച്ചു താഴെ വീണു. Well, I used to carry 2 inhalers in both my pockets. I was extremely asthmatic. One day I fell down dead. I saw the pierced hand. കർത്താവിന്റെ മുറിഞ്ഞ കരം വന്ന് എന്റെ നെഞ്ചത്ത് തൊട്ട് ഞാൻ സൗഖ്യമായി. That is when I saw the nail-pierced hands of the Lord touching me and I was ഒന്നാമത്തെ healed. ദിവസം എന്നെ തൊട്ടിരുന്ന ഞാൻ ഒരിക്കലും ശുശ്രൂഷകനാകത്തില്ല. If on the first day the Lord touched me, ഞാൻ I would ആർക്കാണ്ട് have been a വേണ്ടി minister. പറയുകയാണ്, എന്നെ തൊടുന്നത് 2.5 വർഷം ഞാൻ ഇങ്ങനെ നിന്നു. 2.5 years I had to wait until the Lord touched me. എനിക്ക് മനസ്സിലായി, സാന്നിധ്യമല്ല അവന്റെ സ്വഭാവമാണ് വേണ്ടത്. I realized it's not his presence, I need his character. അവന്റെ സ്വഭാവത്തിന്റെയാണ്, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ്. He is the one who നിന്റെ resurrects us. മരണത്തിന്റെ കിടക്കയെ മാറ്റി പിരിച്ച് നിനക്ക് സൗഖ്യം നൽകുന്നവനാണ് അവൻ. God is a God who will change your deathbed and give you healing. അതവന്റെ സ്വഭാവമാണ്. That is his character. അല്ല, മരിക്കുന്ന കണ്ടുവെച്ച് നല്ലതായി പോയി മരിച്ചോടാമോനെ എന്നല്ല പറയുന്നത്. നിന്നെ മരണത്തിൽ നിന്നും ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്ന മരണപാശങ്ങളെ ഞാൻ അറുത്തു കളയും. He never leaves you while you're facing death. He will cut off the chains of death and he will deliver you. ഹല്ലേലൂയ. ആരോടോട് ഞാൻ പറയുകയാണ്, നീ താമസിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ. നിന്റെ വീട്ടിനകത്ത് ഇട്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയെ നീ മുറുകെ പിടിക്കുക. Some things are delaying in someone's life because God wants to reveal his glory through your home. Praise God. Hallelujah. എത്ര പേര് വിളി കേട്ടവരാ? വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പോയല്ലേ, എഴുന്നേറ്റോണം. How many of you heard the call? Don't be stagnant. കൃപയാൽ ഈ വിളി കേട്ട് ഞാനും എഴുന്നേറ്റു. Rise up if you heard the call. ആര് വരാൻ? എന്നെ ആർക്കണ്ടറിയാമോ? Nobody knew me. നിങ്ങൾക്കറിയാം ആര് വരാൻ ഇവിടെ? There was nobody who would come here. Nobody knew me. റോണി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിലാമട്ടിലെ ഇന്നാടെ മോനാന്ന് പറയാം, അല്ലെങ്കിൽ മർത്തോപ്പള്ളിയിലെ കോയർമാസ്റ്ററാന്നൊക്കെ പറയും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. റോമ മൊസൈക്സ് എന്നായിരുന്നു എൻ്റെ സ്ഥാപനത്തിന്റെ പേര്. If somebody says Ronnie, they would only know by my family name or the one who did Roma Mosaics business, nothing else. വേറൊരു കമ്പനി, 2 കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന മാർബിൾസ് ഇന്ത്യ. കാര്യം ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ മാർബിൾ ഡീലർ ഞാനാണ്. I was the first marble dealer in Pathanamthitta district, so I had 2 മൊത്തം companies. തറപ്പണിയാ ഞാൻ ചെയ്തോണ്ടിരുന്നത്. Everything was wretched things that ആ I did. തറപ്പണി കാണിക്കുന്ന എന്റെ അടുക്ക പണിച്ചോണ്ടിരുന്ന എന്റെ അടുക്കല, നിങ്ങൾ തറപ്പണി കാണിക്കാൻ നോക്കുന്നത്. One who did all those wretched things, don't try to do it with me. എന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. God took me through all those ways and then he raised me. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ബാപ്റ്റിസം ടാങ്ക് 3 കർത്താവ് തന്നത്. God gave me 3 baptism tanks. ചിലരൊക്കെ വന്നേച്ച് കണ്ടു പറയും, ഇതൊന്നും ഉപയോഗിക്കരുത്, എല്ലായിടത്തും ഒരു ടാങ്ക് ഉണ്ടാക്കാൻ തന്നെ പാടും, ഇത് 3 ടാങ്ക് ബാപ്റ്റിസം. ഞാൻ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും നിന്നെ കഴുകി ശുദ്ധീകരിച്ചെടുക്കുക. We have 3 baptism tanks here because I did business and it's for the name of the Father, Son and the Holy Spirit you will be cleansed. വീട്ടിനകത്ത് ഇതുപോലെ ഒരെണ്ണം ഉണ്ടെന്ന്. Even your house has someone നിന്റെ like this. രൂപാന്തരത്തിന് വേണ്ടി ചിലതിനെ ദൈവം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. God has given you children to transform അത് you. കാണാതെ പോകരുത്. Please don't be without seeing it. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാട്ടുപാടി ആരാധിച്ചു. വെള്ളത്തിലേക്ക് ഇറങ്ങി ഉടനെ വെള്ളത്തിന്റെ നേച്ചർ അങ്ങ് മാറി. When we took him to the waters, the nature of the water changed. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് എന്നെ കിടുകിട വിറയ്ക്കുകയാണ്. തീയാണോ എന്തോ എനിക്ക് മനസ്സിലാക്കുന്നില്ല, I എന്തോ don't understand സംഭവിക്കുന്നു. what is happening. Is it fire? What is going on? ഞാൻ കാണാതെ പഠിച്ചു എന്നല്ല പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് എന്റെ ഡാനി മനസ്സിലായി, അത്രയൊക്കെ ഞാൻ ഘനത്തോടു കൂടി സംസാരിച്ചല്ലോ എന്ന്. Not what I learned by heart, but I began to speak something I don't know what I spoke. ഇത്രയും 10-17 വർഷത്തിന് ശേഷം ആ വീഡിയോ കിട്ടുന്നത്. After 17 years I saw the video. ഇവിടുത്തെ ലാപ്ടോപ്പ് കേടായിപ്പോ അതിന്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് അത് നോക്കിയപ്പോൾ അതിനകത്ത് ഇത് കിടപ്പുണ്ടായിരുന്നു, ഒരു ഫയൽ ഇങ്ങനെ. So when we found the old hard disk, we found the file there. അതിനകത്ത് ചാക്കോച്ചി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എനിക്ക് നോക്കാൻ പോയി. അവന്റെ കണ്ണെല്ലാം ഇങ്ങനെ തിളങ്ങി. When my son got into the water, I couldn't look at him. His eyes were blazing. ഞാൻ വാസ്തവമായിട്ട് കണ്ടു ദൈവത്തിന്റെ തേജസ്സിനെ. I truly saw the glory of God. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറി പറയാണ്, നിന്റെ ജീവിതത്തിനകത്ത് നീ ഇത് ടേസ്റ്റ് ചെയ്യണം.
You must taste this in your life. നിന്റെ വീട്ടിനകത്തും നിന്റെ തലമുറയുടെ മേൽ ഈ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണാം. This glory should come down in your house and on your generation. അടുത്ത ജനറേഷൻ തലമുറ ഇരിപ്പുണ്ടെങ്കിൽ കൈ അങ്ങോട്ട് വെച്ച് പറ, ദൈവത്തിന്റെ മഹത്വം വഹിക്കേണ്ടവനാണ് നീ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. Tell the children next to you, God's glory should be carried through them. നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. മുന്നറിഞ്ഞവരെ വിളിച്ചവരെ ദൈവം വിളിച്ചിട്ടുണ്ട്, ദൈവം നീതീകരിച്ചോളും. If God is called, he will also justify. അല്ല, നീ കൈകൊട്ടി പാട്ടുപാടി മീശം അടിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ദൈവം നീതീകരിക്കത്തില്ല. മറിച്ച് നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ ദൈവം നിന്നെ നീതീകരിക്കും. If God has called you, he will justify you. അവൻ നിന്നെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്ക് കേട്ട്, നീതീകരിച്ചവൻ അറിയാം നീ തേജസ്സിൽ നടക്കണമെന്ന്. And if God has justified you, he will also glorify you. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകട്ടെ. 7 levels of glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ്സിന്റെ 7 നിലകൾ ശ്രദ്ധിച്ചേ. Let's look at the 7 levels of God's glory. ഒരു നിലയാണ് ഈ പറയുന്നത് പോലെ ഭൃത്യന്റെ നില, സെർവന്റ്ഹുഡ്. The one stage is servanthood. ഇത് പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിനകത്ത് പറയും, I want to be a bond servant. എനിക്ക് അങ്ങോട്ട് ഡ്യൂലോസ് എന്ന വാക്കാണ് ഗ്രീക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യൂലോസ് പറയും, ഞാൻ വന്ന് നിന്റെ അടിമയായി തീരുകയാണ്. Paul says in Romans 1:1, I want to be a bond slave to Jesus. The word used is doulos, which means a bond servant. നാളുകളായി വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ കർത്താവിന്റെ ഭൃത്യനായി മാറണം. Don't be like an ordinary believer, be a servant of God. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് മനസ്സിലായത് ഗ്ലോറി ഓഫ് സെർവന്റ്ഹുഡ് പോലെ തന്നെയാണ് ഗ്ലോറി ഓഫ് ചൈൽഡ്ഹുഡ്. There is another glory, which is the glory of childhood. അത് ഗലാത്യർ 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. Galatians 4:1. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത. അവകാശി സർവത്തിന്റെ യജമാനാണെങ്കിലും ഡയാപ്രിട്ടായിരിക്കുന്നു. Although the heir is a master of everyone, he is still like a child. ആ കുഞ്ഞായിട്ടിരിക്കുകയാണ്. എല്ലാറ്റിന്റെയും ഉടമയാണെങ്കിലും നീ കുഞ്ഞായിരിക്കുന്നിടത്തോളം കാലം നിന്റെ അവകാശത്തെ കൈകാര്യം ചെയ്യാൻ നിനക്ക് അറിയാൻ വയ്യാതായി പോകും. If you are the heir of everything, but if you are still like a babe, you don't know how to handle your inheritance. ദൈവത്തിന്റെ തേജസ് നിന്നെ അവകാശിയാക്കി മാറ്റുന്നു. God's glory has made you an heir. ദൈവത്തിന്റെ തേജസ് നിന്നെ ഇൻഹെറിറ്റൻസിൽ കൊണ്ട് നിർത്തിയിരിക്കുക. God's glory has given you an inheritance. അർത്ഥം ദൈവത്തിന്റെ DNA നിന്റെ അകത്ത് വന്നെന്ന്. Which means God's DNA has come into you. ആ DNA എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയൊന്ന് പറയാം. ആദാമിൽ പകർന്ന ജീവൻ അല്ല, അത് ഫോംഡ് ആണ്, ക്രിയേറ്റഡ് ആണെങ്കിൽ എന്റെയും നിന്റെ മേൽ വന്നിരിക്കുന്ന അൺക്രിയേറ്റഡ് ലൈഫ് ഓഫ് ഗോഡ് ആണ്. To make it clear, what was received by Adam was a created life, but what is in us through Christ is an uncreated life. നിങ്ങൾ നോക്കിയേ, ജീവനുള്ള ദേഹിയായിട്ട് അവൻ മാറിയത് ആദാം. നമ്മളതല്ല. Adam became a living soul. അത് അവന് കിട്ടിയതാണ്, അവനെ ഫോം ചെയ്തതാണ്. എന്നെ ഫോം ചെയ്ത് അങ്ങനല്ല. അവൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഞാൻ. Adam was formed, Adam was created, but that's not how I am formed. As he is, so am I. മനസ്സിലാകുന്നു. അവൻ എന്താണ് അതാണ് ഞാൻ. As he is, so am I. ഹലോ, 1 യോഹന്നാൻ 4:17 ഇരിക്കും, അവൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഞാൻ ഇവിടെ ഇരിക്കണം. 1 John 4:17 says, as he is, so am I in this world. ഇന്ന് രാവിലെ അത് പിടിച്ചെടുത്തിട്ട് പറ, അൺക്രിയേറ്റഡ് ലൈഫ് കാരിയറാ ഞാൻ. I am carrying God's uncreated life in me. ചുമ്മാ വെറുതെ ചാകാൻ വേണ്ടി ജനിച്ചവനല്ല. എന്റെ അകത്തിരിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത ജീവനാണ്. God did not call me to die, but I have this uncreated life in me. എന്റെ അകത്തിരിക്കുന്ന ഈ നിത്യജീവനെ തകർക്കാൻ നിനക്ക് കഴിയുമോ? You cannot destroy this eternal life that God has placed Hallelujah. in me. Hallelujah. ഈ അവകാശിയെ ശ്രദ്ധിക്കുക. അവകാശിക്ക് വാസ്തവത്തിൽ തുറന്ന വാതില കൊടുത്തിരിക്കുന്നെങ്കിലും അവന് ഈ അറിയാൻ വയ്യ. ഇത് കൃപയുടെയും വിശ്വാസത്തിന്റെയും ഒന്നും മേഖല അവന് മനസ്സിലാകത്തില്ല. നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തോ അകത്തിരിക്കുന്നത്. What is inside us? നിന്റെ അകത്തിരിക്കുന്ന എന്തുവാ? നിത്യജീവനാണ്. Eternal life is inside us. നമ്മുടെ മുഖത്തോട് നോക്കിയാൽ നിത്യജീവൻ പോയിട്ട് ഒന്നും കാണാനില്ല. But when I look at you, you don't പൗലോസ് look like you have eternal life. സ്പിരിറ്റ് ആണ്, ജീവിപ്പിക്കുന്ന
ആത്മാവായി നീ മാറി. Paul says that we are a quickened spirit. ഒരുത്തനോട് നീ സുവിശേഷം പറയുമ്പോൾ അവന്റെ അകത്ത് ജീവൻ കത്താൻ തുടങ്ങും. When you share the gospel with somebody, the life of God will burn in the other person. കാര്യം നീ കണ്ടതാണ് രക്ഷയുടെ ദിവസം, നീ അറിഞ്ഞ ദിവസം നിന്റെ അകത്ത് കത്തുന്ന ഈ ജീവനെ നീ കണ്ടെങ്കിൽ, നീ ഒരുത്തനോട് സുവിശേഷം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരുത്തനോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ അകത്തും അതേ ജീവൻ കത്താൻ തുടങ്ങും. When you speak about the gospel to somebody, the same life will permeate in that person. എന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അറിയാം, എന്റെ അകത്തുണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു, നിന്റെ അകത്ത് ഇരിപ്പുണ്ട്, നീ പറഞ്ഞോണം. I didn't know that God's glory was in me. It is there in you. You must speak. We all are saved. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. We all are saved by the Lord. എന്താ പ്രോബ്ലം? നമുക്ക് അറിയാൻ വയ്യ. The problem is we don't know. അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. We didn't know the way we should മുന്നറിഞ്ഞവരെ know. വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുകയാണ്. Whom he predestined, he called. Whom he called, he justified. Whom he justified, എന്ന് he പറഞ്ഞ glorified. ഡാനി, നിന്റെ ബാങ്ക് അക്കൗണ്ടിനകത്ത് 2 കോടി രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്. If I put 2 crores of money in your account, നീ അതറിഞ്ഞില്ല, ഞാനെന്ത് ചെയ്യും? if you don't know about it, what do I do? ഞാൻ പലതരത്തിൽ നിന്നെ അറിയിക്കാൻ നോക്കി. I try to let you know many ways. SMS മെസ്സേജുകൾ അയച്ചു. I sent text. അപ്പോൾ രഞ്ജൻ പാസ്റ്ററോട് പറഞ്ഞു, I told Ranjan Pastor to inform you. ഞാൻ പറഞ്ഞു 2 കോടി രൂപയാണ് റോണിച്ചാൻ ഇട്ടിരിക്കുന്നത്. I put 2 crores in your അപ്പൊ നീ account. പറഞ്ഞ എന്നാന്നറിയാമോ? You know what you told me? പുള്ളി അയക്കും. Okay, how is it even possible? ഞാൻ അങ്ങോട്ട് കൊടുത്താൽ രക്ഷപ്പെടണമെന്നിരിക്കുന്ന ആളാന്ന നീ വിചാരിച്ചത്. You thought that can this ever be നീ possible? സ്തുതിക്കുമ്പം സ്തുതിക്കപ്പെടുന്നവനല്ല ദൈവം. God is not a നീ God. ആരാധിക്കുമ്പോൾ ആരാധിക്കപ്പെടുന്നവനല്ല ദൈവം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. He is worthy of worship. അവൻ മഹത്വത്തിന്റെ ഉടയവനാണ്. നീ ആരാധിച്ചാലും ഇല്ലെങ്കിലും അവനെ ആരാധിക്കാൻ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. Whether you worship or not, there are crowds of angels worshiping him. മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ എങ്ങനെ എൻകാഷ് ചെയ്യും ഇത്? If you don't know what is in your account, how can you encash it? നോക്കി, ഇനി അതിനേക്കാൾ ഡാനിക്ക് എത്രയും പ്രായമുണ്ടോ? ഡാനിയുടെ കുഞ്ഞിന് ഞാൻ ഈ പറയുന്ന 1 കോടി 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കണം, മോനെ പോയി ക്യാഷ് ചെയ്തോളാം ഞാൻ അവരോട് പറഞ്ഞു. Imagine I'm giving 1 lakh check to Danny's little baby and tell him please use it. അപ്പോൾ ഡാനിയുടെ കുഞ്ഞെന്തോ ചെയ്തു? What would Danny's baby do? അതെടുത്ത് വെച്ച് അതെല്ലാം നക്കി ചുരുട്ടി ഇങ്ങനെ വെച്ച് എടുത്ത് അവനും കളഞ്ഞു. He will just dirty it. ദൈവമഹത്വത്തെ പലപ്പോഴും നമ്മൾ ഇതുപോലെ കളയുന്നത്. As much as a child would crush ദൈവത്തിന്റെ it, തേജസ് എന്താണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് അതിന് നൽകേണ്ട വില നൽകാതെ എത്രയോ പ്രാവശ്യം അത് നഷ്ടമാക്കി. മക്കളാണെങ്കിൽ ഉണ്ടല്ലോ വലിയ ഉത്തരവാദിത്വം കാണും കേട്ടോ മക്കൾക്ക്. if you are a real child, if you are real a son, you will have that responsibility. Amen. Hallelujah. Thank you, Jesus. നീ പുത്രനാണെങ്കിൽ നിനക്ക് ഉത്തരവാദിത്വം വരും. If you are a real son, you will be responsible. ചൂടും ചുമതലയും ഉണ്ടാകും. You will be responsible and you will carry the burden. അല്ലെങ്കിൽ നീ ഇതിനകത്ത് ഇരുന്ന് സഭയെ തകർത്തുകളെ, ഈ കൂട്ടത്തെ നശിപ്പിച്ചോളെ. പുള്ളി നിർത്തല്ലോ, ഇങ്ങനെ അടുത്തടിക്കുന്ന ആളോട് പറയാം, അവരുടെ തല പിഴപ്പിച്ചുകളെ. Otherwise you will talk unwanted things in the church. ചുമ്മാ വെറുതെ കോക്കസ് ഞാൻ പറഞ്ഞില്ല, പുറത്തിറങ്ങി വേണ്ടതിനൊന്നും പറയരുത്. പുറക്കത്തിന് നല്ല ചോറ് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചേച്ച് സ്തോത്രം പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ഫലം വിട്ടോളും. Please don't go outside the church and talk unnecessary things. We have kept എന്നെ food കൊണ്ട് for you. വടിയെടുപ്പിക്കരുത്. Have a good time of fellowship and then leave. ഹല്ലേലൂയ. Hallelujah. ഇതിന്റെ ബാക്കിയൊന്നും പറയാനാണ്. നമുക്ക് ബുധനാഴ്ച ദിവസം കോട്ടേജ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, സെൽ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അവിടെ ഡിസ്കഷൻ. നീ മകനല്ലെങ്കിൽ നീ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. If you are not a real son, you will bring division in the church. If you don't carry that sonship, നിന്റെ അകത്തെ പുത്രത്വം മനസ്സിലായില്ലേ, നീ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. If you don't understand your position as a son, you will bring division in the church. പത്രോസും യോഹന്നാനും ഒക്കെ ഒരുമിച്ചിരുന്നത് പോലെ കണ്ടതുപോലെ കാണാൻ ആഗ്രഹിക്കണം. As Peter and John were together, Never we must desire. Never pretend that you are a Mr. Know-it-all. എല്ലാം അറിയാവുന്ന വ്യക്തിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. Please don't think that you are a Mr. Know-it-all. ഹല്ലേലൂയ. Hallelujah. ഇവിടെ മക്കളാണെങ്കിൽ വചനത്തിൽ കൂടെ കറക്റ്റ് ചെയ്യും. If you are a son, you will be corrected through the word. അത് നിന്നെ കണ്ടം ചെയ്യാനല്ല, നിന്നെ തകർക്കാനല്ലത്. It is not to condemn you. അല്ലെങ്കിൽ വചനത്തിൽ കൂടി കറക്ഷൻ വേണ്ടേ നമുക്ക്? We need correction through the word. We all need correction. നമുക്ക് എല്ലാവർക്കും തിരുത്തൽ ആവശ്യമാണ്. We all need correction. A servant, ഒരു ദാസൻ എപ്പോഴും എന്നറിയോ, will love to do his work. അവന്റെ വേല ചെയ്യാൻ അവന് എപ്പോഴും ഇഷ്ടം. A servant will always focus on his work. ഒരു മോനാണെങ്കിൽ എന്തോ ചെയ്യും, he loves his father. He always wants to be with his father. But if you are a son, the son would always desire to be with the father. ഒരു സെർവന്റ് ആണെങ്കിൽ wants to abide in the house. വീട്ടിനകത്ത് എവിടെയെങ്കിലും കാണണമെന്നേ അവന് ആഗ്രഹമുള്ളൂ. ഒരു സെർവന്റ് ആണെങ്കിൽ വീട് പരിസരത്ത് അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. If you are a servant, you just want to be hanging around and be seen in the house. If you are a son, you will stay with your father.
But if you are a son, you will stay with the ഇവിടുത്തെ father. റിലേഷൻഷിപ്പ് നോക്കട്ടെ. റിലേഷൻഷിപ്പ് ഫാദർ സൺ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. If your relationship is not a father-son relationship, അതുകൊണ്ട് it's ഞാൻ a big ഒരിക്കലും problem. എൻകറേജ് ചെയ്തില്ല. നെവർ ചേഞ്ച് യുവർ ചർച്ച്. ഒരിടത്ത് പോകുന്നത് നിങ്ങൾക്ക് ഇന്നും നിങ്ങൾ ഇവിടെ വന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വന്നാണ്, ഇതാണ് നിങ്ങളുടെ സഭയെന്ന് കരുതുന്നുണ്ടെങ്കിൽ വേറെ ഒരിടത്ത് പോയിരിക്കരുത്. If you've come here led by the Holy Spirit, then be here. Don't go anywhere else. പല ഹിയറിംഗ് നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ തല പുണ്ണാക്കി കളയത്തേ ഉള്ളൂ പല കേൾവികൾ. If you go to hear many things, it will just destroy your head. നിങ്ങൾ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഡിസേൺമെന്റ് വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ മെസ്സേജ് കേൾക്കുന്നതിന് നിങ്ങൾ മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു പോകും. You have to come and mature to a stage where you will be able to discern messages. I'm a father. ഞാനൊരു അപ്പനായതുകൊണ്ട് പറയാം, എൻ്റെ മക്കളോട് എന്നതുപോലെ പറയാണ്, നിങ്ങൾ അപ്പൻ മക്കൾ ബന്ധത്തിൽ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. As a father, I want to urge you that unless you come to a father-son relationship, you won't enjoy the glory. അതുകൊണ്ട് നമ്മുടെ സെർവന്റ് മൈൻഡ് കിടക്കുന്നെങ്കിൽ സഭ മാറി നടക്കും. ഇല്ലല്ലോ, you be a son. Don't be a servant in the church, be a son in the church. അതിനകത്ത് നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ഇരിക്കണം. And in that you must be responsible. And a son will bring glory to his father. Amen. Hallelujah. ഒരു യഥാർത്ഥമായ പുത്രന് മാത്രമേ ഈ മഹത്വത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. Only a real son can bring glory to the father. Hallelujah. Hallelujah. So develop your relationship with your father. Amen. Hallelujah. നിന്റെ ആ ബന്ധത്തെ നീ ഇപ്പൊ വളർത്തിയെടുത്തോണം. അപ്പനോടുള്ള ബന്ധത്തെ വളർത്തിയെടുക്കണം. It is our responsibility to develop our relationship with your father. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ശിഷ്യത്വം. ഞാൻ വേഗത്തിൽ പോട്ടെ. ശിഷ്യത്വം. The third area is discipleship. ഹല്ലേലൂയ. ഈ യോർദാൻ നദി കഴിഞ്ഞാൽ പിന്നെ നീ രാവിലെ ചെന്ന് നോക്കിയാൽ മന്ന കിട്ടത്തില്ല. After crossing the river Jordan, you won't see manna anymore. ഇപ്പൊ നീ കുനിഞ്ഞിരുന്ന് വല്ലതും നടുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. And then now you will have to sow something and get some. ഇനീഷ്യൽ ഡേയ്സിൽ ഫ്രീയാ, എല്ലാം ഫ്രീയാ. Initial days everything is free നീ for വേദം you. വായിക്കണ്ടായോ, നീ പ്രാർത്ഥിക്കണ്ടായോ, നീ ആരാധനയ്ക്ക് വരണ്ടായോ, ഒക്കെ നീ ചെയ്യണം. അല്ല എല്ലാം നീ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കരുത്. ഇപ്പൊ ഇത്രയും വർഷം 20 വർഷം കഴിഞ്ഞ് ആ നിൽക്കുമ്പോ എന്റെ കണ്ണിനൊരു ക്ഷതവും വരാതെ വണ്ണം കൺമണിയായവൻ എന്റെ കണ്ണിനെ സൂക്ഷിച്ചു. It's been 20 years and until now the Lord has protected my നിങ്ങൾ eyes. വിചാരിക്കുന്ന അനുഭവം ഉള്ളത് കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. I am standing here because I have an experience. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവത്തെ ഭംഗിയായി അവതരിപ്പിക്കാനും പഠിക്കണം. If you have an experience, you must know how to explain it. അതുകൊണ്ടാണ് ഈ ശിഷ്യത്വം സ്വീകരിക്കാൻ പറയുന്നത്. That is why you must become a disciple. Then only your character will be formed. നിന്റെ സ്വഭാവത്തിന് രൂപീകരണം വരണമെങ്കിൽ നിനക്കൊരു ടീച്ചർ വേണം. For your character to be formed, you need a teacher. The glory of discipleship എന്ന് പറയുന്നത്. Glory of This discipleship. is the glory of discipleship. ഇപ്പൊ നിനക്കൊരു മെന്റർ ആവശ്യമാണ്. You need a mentor. നീ ഡിസിപ്ലിനിൽ ജീവിക്കണം. You must live in discipline. Unless and until if you are not a disciple, how will you make disciples? നീ ഒരിക്കലും ശിഷ്യനാകാതെ നീ അങ്ങനെ ശിഷ്യന്മാരെ വാർത്തെടുക്കും. If you are not a disciple, how can you make disciples? നമുക്കെല്ലാവർക്കും ശിഷ്യത്വം മനസ്സിലായെങ്കിലേ ശിഷ്യന്മാരെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. Only if we are a disciple ourselves, we can raise up other disciples. മറ്റൊരു ലെവലാണ് the glory of stewardship. ഗ്രഹവിചാരകത്വത്തിന്റെ മഹത്വം. Another level of glory is the glory of stewardship. 1 കൊരിന്ത്യർ 4:2 വായിച്ചാട്ട് വേഗത്തിൽ. 1 Corinthians 4:2. 1 കൊരിന്ത്യർ 4:2 കാണിച്ച മക്കളെ പെട്ടെന്ന്. ഗ്രഹവിചാരകന്മാരിൽ ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നു, അവർ വിശ്വസ്തരായിരിക്കും. വിശ്വസ്തരായിരിക്കും. നിങ്ങളെ സ്റ്റുവർഷിപ്പിനകത്ത് ഏറ്റവും വലിയ കാര്യം ഫെയ്ത്ത്ഫുൾനെസ്. But the biggest thing about stewardship is faithfulness. കാര്യം ഗ്രഹം ഇപ്പൊ നിന്റെ ഗ്രഹമായിട്ട് നീ കാണുക. You must see this as your own house. അല്ലാണ്ട് നീ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാണുന്ന സ്റ്റിവാർഡ്സ് അല്ല. സ്റ്റിവാർഡ് ഒരു ഗ്ലാസ് വൈൻ തരൂ, അപ്പൊ അയാൾ എടുത്തോണ്ടെങ്കിൽ വരുന്നത് ആ സ്റ്റിവാർഡിന്റെ കാര്യമല്ല ഈ പറയുന്നത്. നീ നിന്റെ ആലയത്തിനകത്ത് In your church, നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. there is so much you can do. അവിടെ ഇത് കളിക്കുന്ന പിള്ളേരെല്ലാം കൂടെ മുമ്പിൽ കൊണ്ടിരുന്ന ഒരു സ്റ്റിവാർഡ് വേണ്ടായോ? We need a steward to take care of the children over കൂടെ there. ഇറങ്ങി പോകുന്നവനെ വിട്ടിരിക്കുന്നു പറയാൻ ഒരു സ്റ്റിവാർഡ് വേണ്ടായോ? We need a steward to handle people here. അവർ പറയൂ അത് ആരെങ്കിലും എങ്ങനെയാട്ടെ, അത് എങ്ങനെ സ്റ്റിവാർഡ് ആകുന്നു? You think that ഇനി ഞാനെങ്ങാണ് പറഞ്ഞിട്ട് ആ കുടുംബം ഇനി വന്നില്ലെങ്കിലോ, അപ്പൊ നീ സ്റ്റിവാർഡ്ഷിപ്പേ മനസ്സിലായിട്ടില്ല. കാര്യം തഞ്ചത്തി പറയാൻ അറിയത്തില്ല. കണ്ണുരുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനപ്പോഴേ ദേഷ്യപ്പെടും അല്ലേ? You need to learn to speak or with a knack. അപ്പൊ എല്ലാവരുടെയും മിനിസ്ട്രിക്കകത്ത് വിശ്വസ്തത ആവശ്യമാണ്. Everyone's ministry faithfulness is important. വിശ്വസനല്ലെങ്കിൽ സ്വന്തമായിട്ട് മിനിസ്ട്രി ഒന്നും ഉണ്ടാകത്തില്ല. If you are not faithful, you cannot be a good minister. He will test your power. നിന്റെ മേലുള്ള അധികാരത്തെ അവൻ പരിശോധിച്ചു നോക്കും. God will test your power. ഇവിടെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് വേണേ ആൾക്കാരെ എന്ത് വേണേലും പറയല്ലോ, അങ്ങനല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
I can stand here and speak anything I want about you. ശാപത്തിന്റെ വാക്കുകളൊക്കെ ഇട്ട് അവരത് എന്നെ വിളിച്ചിരിക്കുന്നു. God did not call me to speak words of അതല്ല, curse. he will always test your heart. നിന്റെ ഹൃദയത്തെ അവൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കും. God will keep testing your heart. ആമേൻ, ഹല്ലേലൂയ. ഗ്രീഡി ആണോ എന്ന് നോക്കും. God will see if I am greedy. എത്ര കിട്ടിയാലും മതിയാകത്തില്ല. ഏതെങ്കിലും വിധത്തിൽ കൂടെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള Somehow I ഗ്രീഡിനെസ്. want to make money. അയ്യോ സ്തോത്രം. അതിനൊക്കെ ക്ലാസ് വേണം. എൻ്റെ അടുക്ക വ്യക്തിപരമായിട്ടിരുന്ന് ഞാൻ ക്ലാസ് If എടുത്ത് you come കാണിച്ചു to me, I will take classes for all എങ്ങനെയാണ് that. ദൈവം അത്ഭുതകരമായിട്ട് നിന്നെ നടത്തുന്നത്. How God has led me wonderfully. നിങ്ങൾ നോക്കിയേ, ദൈവം ഒരുക്കാൻ ദൈവം സമയമെടുക്കും. അത് ദൈവത്തിന് ധൃതിയൊന്നുമില്ല, ദൈവം സമയമെടുക്കും. God will take time to make. അബ്രഹാമിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് 400 വർഷം താമസിക്കും, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. 400 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു? ഇല്ല, 430 വർഷം എടുത്തു. Even God told Abraham that you will be in a strange land for 400 years, even 430, then I will deliver you. ഇപ്പൊ സംശയം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് 400 വർഷമല്ല 430 വർഷം he took to prepare Moses. In Genesis 15, God spoke about 400 years in a strange land, but actually it took 430 years to prepare Moses. മോശയ്ക്ക് 40 വർഷം സമയം എടുത്തു അവനെ പ്രിപ്പയർ ചെയ്യാൻ. പറഞ്ഞു വന്നപ്പം 30 വർഷം കൂടെ എക്സ്ട്രാ ആയതിന്റെ കാരണം മോശ പ്രിപ്പയറിങ്ങിനകത്തായി. The 30 years extra was there for preparing Moses. എലീശയുടെ പിന്നാലെ ഏലിശ നടന്നത് കൊണ്ട് പ്രിപ്പറേഷന്റെ സമയം. ഒരു ജോലിയുമില്ല ഏലിശയ്ക്ക്. വല്ലതും ഉണ്ടോ? നമ്മളായിരുന്നെങ്കിൽ ഇപ്പം സീനിയർ പാസ്റ്ററിനെ വെട്ടി നമ്മൾ സൂപ്പർ സീനിയർ പാസ്റ്റർ ആയതിന്. അങ്ങനെയാണെന്നില്ല സാധാരണ സഭകളിലൊക്കെ നടക്കുന്നത്. എങ്ങനെ പുള്ളിയെ വെട്ടി ഇറക്കാം, എന്നാൽ രണ്ടുപേരോട് കൂട്ടി പിടിച്ച് പുള്ളി അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഒക്കെ നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന ഈ സാധനമാണ്. എടാ കുഞ്ഞ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നിന്റെ മേൽ വരാനിരിക്കുന്ന ഇരട്ടി പങ്ക കവർന്നോട്ട് പോകരുത്. Elisha had to walk behind Elijah for a long time. He was jobless, but wait. How long? 10 years കൂടുതൽ മിണ്ടാൻ ഒന്നും ചെയ്യാനില്ല എലീശയ്ക്ക്. Elisha didn't have anything specific. പക്ഷെ ഒരു ദിവസം വരുന്നുണ്ട് നിന്റെ മേലെ പുതപ്പ് വീഴും. But one day the mantle will fall on you. പുതപ്പ് വന്നു കഴിഞ്ഞാൽ നീ പഴയ ആളല്ല. When the mantle falls on you, you won't be the same person. ഹല്ലേലൂയ. നീ ഇപ്പോൾ ആമേൻ നിന്റെ മുമ്പിൽ നിന്റെ ആമേൻ ആമേൻ ഹല്ലേലൂയ ആ പ്രിയപ്പെട്ടവൻ ചെയ്തതുപോലെ തന്നെ നീ ഇപ്പോൾ ഹല്ലേലൂയ ചെങ്കടലിനെ വിഭാഗിച്ചു മുമ്പോട്ട് പോകുന്ന കാണാം. ആമേൻ സോറി ജോർദാനെ വിഭാഗിച്ചു മുമ്പോട്ട് പോകുന്ന കാണാം. As much as Elijah did, you also will part the river Jordan and you will be able to go forward. Hallelujah. Hallelujah. നിങ്ങൾ വേണേ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, വേണേ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എഴുന്നേറ്റ് വന്നേ, ഇവിടോട്ട് നിന്നേ. ഇതാ ഏലിശ ഇങ്ങനെ ഇരിക്കുന്നു. ഈ യോർദാൻ നദി എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞ ഉടനെ കുറെ ഈ ഡാനിയെ പോലെ ഉറക്കമുള്ള വട്ടുപിള്ളേരെല്ലാം കൂടെ മൊട്ടത്തലയാന്ന് വിളിച്ചു പറഞ്ഞു. So this is Elisha. Elisha was also bald. ഇപ്പം രണ്ട് പറയാനുള്ള സമയമാണ് പറഞ്ഞു. So when he called Jordan, crossed Jordan River and came, some young guys called him bald-headed. മൊട്ടത്തലയാന്ന് വിളിച്ചു. ഇത് ടെസ്റ്റ് ചെയ്താ എലീശ ടെസ്റ്റ് ചെയ്താ. And Elisha tested. എന്റെ മേൽ വാസ്തവമായിട്ടും അഭിഷേകം ഉണ്ടോ? Is the anointing really upon me? ഇരട്ടി പങ്കൊക്കെ എനിക്ക് കിട്ടിയോ? Did I really get the double portion? പുള്ളി ഒരു സാധനം അടിച്ചു. കാട്ടിൽ നിന്ന് പെൺകരടി വന്ന് ഈ 40 പിള്ളേരെ തിന്നു. എന്റെ പൊന്നുമോനെ ഒന്നും ഉപയോഗിച്ച് കളയല്ലേ. പോയിരുന്നു ഒരു ശുശ്രൂഷ ചെയ്തില്ലേലും കുഴപ്പമില്ല, പിള്ളേരെ ഒന്നും കൊന്നു കളയല്ലേ. He spoke a word and a female bear came and 40 of them were killed. കർത്താവ് തന്നത് ടെസ്റ്റ് ചെയ്യുന്നത് വേണ്ടാത്ത വിധത്തിലല്ല. Please don't test the anointing in the wrong way. വല്ലവനെ നശിപ്പിച്ചല്ല ദൈവത്തിന്റെ അഭിഷേകത്തെ നീ ഉപയോഗിക്കേണ്ടത്. Don't use the anointing by cursing someone. പഴയ നിയമത്തിനകത്ത് എല്ലാ അബദ്ധത്തിന്റെ അബദ്ധങ്ങളാണ്. Old Testament had all these mistakes. അതെന്ന് നോക്കണം, ഇന്ന് മനസ്സിലാക്കണം, നിന്റെ മേൽ ഇരട്ടി പങ്കെല്ലാം നിനക്ക് മുഴുവനുമാ കിട്ടിയിരിക്കുന്നു. Today it's not double portion, the entire amount is അയ്യോ given to ഇപ്പോഴും you. ആൾക്കാർ പറയും ഡബിൾ പോർഷൻ. ആ ഡബിൾ പോർഷനിൽ അവൻ എന്താണ് അത് മുഴുവൻ നിനക്ക് തന്നിരിക്കുകയാണ്. It's not double portion, but what he is entirely അത് is given അഞ്ചാമത്തെ to you. കാര്യം, ദ ഗ്ലോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അഞ്ചാമത്തെ കാര്യം ഗ്ലോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. വേഗത്തിൽ പോകാൻ വളരെ സമയം പോകുന്നു. The fifth area is glory of friendship. ഇതാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിനകത്ത് ആമേൻ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. John 15:14 Jesus tells the disciples. Hallelujah. Hallelujah. Praise God. Hallelujah. Hallelujah. ഒന്ന് വായിച്ചാട്ട് വേഗത്തിൽ. അപ്പൊ ഈ കർത്താവ് പറയാണ്, ഞാൻ പറയുന്ന വല്ല കാര്യവും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായി. Jesus says, if you do what I command you to do, you are my friends. അപ്പൊ ദൈവത്തിന് കൂട്ടുകാരനായിരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്.
God wants to become friends with us. അങ്ങനെ ആദ്യമായിട്ട് ഒരു പേര് വരുന്ന അബ്രഹാമിന് മനസ്സിലായി ഇവൻ ഫ്രണ്ടാന്ന് മനസ്സിലായി. That is why Abraham knew God as a friend. അന്ന് തൊട്ട് അയാൾ വിളിച്ചു അറ്റോനായി. എടോനായെന്നല്ല, അറ്റോനായി. നിങ്ങൾ വിളിച്ചു വരുമ്പോ അങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്നത് അങ്ങനെയൊക്കെയാന്ന് എനിക്കറിയാം. എടോനായി. That is why Abraham called God Adonai. അഡോനായി ആയതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഒരു ദിവസം നോക്കിയോണ്ട് അബ്രഹാം സാറ ഇങ്ങനെ ഇരിക്കുക. സാറ ഒന്ന് മയങ്ങാനായിട്ട് കിടന്നതാ. അബ്രഹാം അവിടെ ഇരുന്നോണ്ട് ഭയങ്കര ചൂടും വെയിലും ഒക്കെ അല്ലേ. ആ മരത്തിന്റെ ചോട്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ താഴെ മരത്തിന്റെ ചോട്ടി 3 പേര് നിൽക്കുന്നു. That is why when Abraham was resting under the tree, 3 men came there. അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് സാക്ഷാൽ സ്വർഗത്തിന്റെ സന്ദർശനമാണെന്ന് മനസ്സിലായി. He immediately knew this was a heavenly visitation. അയാൾ ഓടിച്ചെന്ന് പറഞ്ഞു എഴുന്നേക്ക് മതി ഉറങ്ങിയത്. നീ അല്ലേലും തന്നെ നിനക്ക് എപ്പോഴും ഉറക്കമാണ്. എഴുന്നേക്ക്, ആരാ വന്നെന്ന് കണ്ടോ? He immediately went to Sarah and said, "Wake up! Didn't you know?" അവളാരും ചോദിച്ചു പപ്പായാന്ന് വന്നു ചോദിച്ചേനെ. എഴുന്നേക്ക്, ആരാ വന്നത് കണ്ടോ? See who has come. സ്വർഗം ഇറങ്ങി വന്നിരിക്കുക. Heaven has visited us. പെട്ടെന്ന് പോയി വിശന്നായി കണ്ടപ്പോഴേ ഇറങ്ങി ഇച്ചിരി വിശന്നായിരിക്കുന്നു. It looks like they are hungry. പെട്ടെന്ന് പോയി മാവ് കുഴച്ച് എട്ടങ്കഴി മാവെടുത്ത് കുഴച്ചു. Go make. പുള്ളി ആ പുറകിൽ കൂടെ അടുക്കളയുടെ ഭാഗത്തോട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി തൊഴുത്തിൽ ചെന്ന് നല്ല ഫാറ്റഡ് കടുപ്പിച്ച ഒരു കാളയും പിടിച്ച് 6 തന്നേരമേ കറി ഉണ്ടാക്കി. And he went and got a fatted calf ഞാൻ and പലപ്പോഴും made വിചാരിക്കും, a curry. കർത്താവേ നീ എന്തൊരു കൂട്ടുകാരനാ. What kind of a friend you are. ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കർത്താവ് അമ്മയുടെ തോപ്പിൽ തണ്ടിങ്ങനെ ഇരിക്കുക, ആ മരത്തിന്റെ ചോട്ട ഇങ്ങനെ ഇരിക്കുക. I'm waiting for my friend. എന്റെ കൂട്ടുകാരനെ ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. Imagine God coming and waiting under the tree of മണം Mamre വരുന്ന ഇറച്ചിക്കറിയുടെ നല്ല മണം. and smelling the സാറ nice ചുട്ട meal കുപ്പൂസിന്റെ മണം വരുന്നു. and the kupus that Sarah made. പാസ്റ്റർ കാണാൻ വീട്ടിൽ വരുവാന്നെ ഉള്ളതോടെ എടുത്ത്. What do you do if the pastor visits home? താമസിച്ചു പോയി പാസ്റ്ററെ. Pastor, you're late. 5 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ എല്ലാം തീർന്നു പോയി. ഞാനും എൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഉറങ്ങാൻ കിടന്നു. Me and my wife and children, we've gone to sleep. The We glory of finished our friendship, dinner. glory of and learn the glory of friendship. Learn the glory of friendship. Hallelujah. ഇവിടെ പറയുന്നത് you have to develop your relationship with Jesus Christ. യേശു കർത്താവിനോട് നിന്റെ ആ ബന്ധത്തെ വളർത്തിക്കൊണ്ട് വരണം. It says you have to develop. യേശു നമ്മുടെ സ്നേഹിതനാ. Jesus is our friend. എന്നൊരു നല്ല സ്നേഹിതനാ. ഇത്ര നല്ലവനാം പ്രിയനേ ഇത്രയിൽ രുചിച്ചറിവാ ഇടയായതിനാൽ ഒടുവിൽ വരെയും. കൂട്ടുകാരനെ കണ്ടു, ഇനി എനിക്കത് മതിയെന്ന്. I have found my friend, that is enough for me. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. ആരായിവൻ? എന്തൊരു നല്ല കൂട്ടുകാരൻ, എത്ര നല്ല കൂട്ടുകാരൻ. What a good friend we have. ഹല്ലേലൂയ. 6ാമത്തെ 7ാമത്തെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. 6 and 7 points. ഹല്ലേലൂയ. Glory of the Lordship. കർത്തൃത്വത്തിന്റെ Glory of Lordship. അത് ഗലാത്യർ 4:1 നമ്മൾ മുമ്പേ വായിച്ചതുപോലെ തന്നെ സർവ്വത്തിനും യജമാനാണ് നീ. You are an heir of everything. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നവരെല്ലാം സർവ്വത്തിന് ദൈവത്തിന്റെ സർവ്വ മഹത്വത്തിന്റെ യജമാനന്മാരാ. You are a master of the entire glory of God. ഇന്നലെ പനി വന്നപ്പോ എന്ത് സംഭവിച്ചു? What happens if you get fever? ഒരു കോച്ചിപ്പിടുത്തം വന്നപ്പോ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ കാല് താഴോട്ട് വെച്ചപ്പോ ഒരു നംനെസ് വിരളയിലല്ല, നിങ്ങളുടെ ടോയ്ക്കെല്ലാം എന്തോ നംനെസ് എന്ന് പറഞ്ഞു. പ്രായമായെന്ന് തോന്നുന്നു കേട്ടോ, കയറ്റി ഇടാൻ തുടങ്ങി. അന്നേരം when you feel a numbness in your body, you immediately think, oh, I become old. അപ്പൊ എന്താ പറയണ്ടേ? നിങ്ങൾ you are learning to be old. പ്രായമാകാൻ പഠിക്കുക. So this way you are learning how to be old. അല്ല ബ്രദർ, എത്ര ചോദിക്കാമോ എനിക്ക്? എത്ര വയസ്സുണ്ട്? You come here. You please come here. I love you my brother. നമ്മുടെ ചാലക്കുടിയിലെ ജോറേട്ടനിലോട്ടിരിക്കുന്നു കണ്ടിട്ട്. ഇന്ന് ഞാൻ ഒരു സാധനം അങ്ങോട്ട് പകരാൻ പോവാ. I want to impart something to you today. നീ വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ഏതോ ദിവസം കൊണ്ടുവന്ന് ആ പിശാചിനോട് നേരിടാൻ വേണ്ടി. 53. ഇന്ന് തൊട്ടൊരു കാര്യം പറയണം. From today you must say something. 33 and a half. How young are you?
From today onwards, you must say, How I am old are you? 33 How and a young half are you? years young. 33 and a half. What happened on ആർക്കാ 33 എന്താ സംഭവിച്ചത്? Died for me. അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സ് വേണം? ഇത് പറഞ്ഞ് 6 വയസ്സുള്ള ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. Never learn to be old. Don't learn to be കർത്താവിനെ old. കാത്തിരിക്കുന്നവർ, Those who wait on the Lord, ഇന്ന് ഞാൻ ഇത് തന്നിട്ടേ വിടത്തുള്ളൂ. those who wait on the Lord. ഐസയ 40:30, യെശയ്യാ 40:30 എടുത്തേ സിസ്റ്ററെ, എടുത്തേ. Isaiah നിങ്ങൾ 40:30. മൊത്തം കുടുംബം പിടിച്ചെടുത്തു ഇന്നു. ആ ചെറുക്കന് മീശ കളിച്ചു തുടങ്ങി. അവനെ കളവനാക്കല്ലോ. പറ വായിച്ചു. ഐസയ 40:30. ഇതൊക്കെ വേണ്ടിയവരൊക്കെ പിടിച്ചെടുത്തോണം. അല്ല, ചാകാനിരിക്കുന്നവർ നോക്കുക പോലും ചെയ്യല്ല. Those who will എന്നിട്ട് ഇത് എല്ലാ ദിവസവും ഇത് പറഞ്ഞു കേൾപ്പിക്കണം. എങ്ങനെ ഇരിക്കണം? Those who wait on the Lord shall renew their strength. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. സഹോദരൻ ഭയങ്കര ആക്റ്റീവ്, അല്ല അടിപൊളിയായിട്ടായിരിക്കുന്നു അവിടെ ഇരുന്നുണ്ട്. പക്ഷെ ഇന്നൊരു എക്സ്ട്രാ മൈലേജ് കൂടെ തരുക. You are already active, but we are giving you an extra mileage. ഈ ശരീരത്തിന്റെ മേൽ ഒരു സാധനത്തിനും തൊടാൻ പറ്റാതെ Amen. Nothing should touch your ഞങ്ങളൊരു body. പ്രൊട്ടക്ഷൻ ഇന്ന് കർത്താവിനെ കാത്തിരിക്കുന്നവർ, they will renew their strength and they will soar like Eagles. കഴുകനെ പോലെ നീ ഉയരണം. You should soar like an നീ eagle. ക്ഷീണിച്ചു പോകരുത്. You should not നീ be ഇരുന്ന് tired. പോകരുത്. You should not be 50 റിട്ടയർമെന്റ് അല്ല, 60 റിട്ടയർമെന്റ് അല്ല. not retirement. You have to restart certain things. Yes. ചിലത് പുതിയത് തുടങ്ങണം. Amen. ഞാനിത് എപ്പോഴും പറയും, 60 കയറിയത് കൊണ്ട് 60 എന്നാ എന്റെ ബർത്ത്ഡേ എല്ലാവരും അറിയട്ടെ. മാർച്ച് 11 തോന്നുന്നു. നിങ്ങൾ നോക്കി, ഞാനെന്തിനാ ഇത് ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അകത്ത് ഇത് എപ്പം കയറിയ യൂത്ത്ഫുൾനെസ്, എൻ്റെ മുഖത്തെല്ലാം പിമ്പിൾ വരാൻ തുടങ്ങി. വരട്ടെ, 1-2 അവിടെ വിളിക്കും. ഭാര്യയ്ക്ക് ഒരു ഭയങ്കരമായിരിക്കുന്ന പ്രേമം ഉണ്ടാവണം. അച്ഛാ പണ്ടത്തേക്കാൾ അച്ഛനും അങ്ങ് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്നല്ലോ. ഇങ്ങനെ നമ്മൾ ഹെൽത്തി ഫാമിലിയെ സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കുന്നില്ല. ചർച്ചിനകത്ത് പോകുന്നവരെല്ലാം വലിച്ചു എല്ലാം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തുവാ? What is the message we are giving the society? ഒരു ഹെൽത്തി ചർച്ചായിട്ടിരിക്കണ്ടേ, ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കണ്ടേ. Healthy family, healthy അത് church. ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുക, പ്രോട്ടീൻ കഴിക്കുന്നുണ്ടൊന്നുമില്ല, കർത്താവിനെ ഭക്ഷിക്കുന്നതുകൊണ്ട്, Because we eat of കർത്താവിനെ the പാലിച്ചുകൊണ്ട്. Lord. ഈ മേശയിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി അപ്പം എടുത്ത് തിന്നുന്ന പറഞ്ഞാൽ നമ്മുടെ യൂത്ത്ഫുൾനെസ്, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരണം. When you take part of the table of the Lord, your youth should be renewed. ഹല്ലേലൂയ. Hallelujah. എല്ലാ പ്രായമുള്ളവരും ഹല്ലേലൂയ പറഞ്ഞു. എഴുന്നേറ്റ് വന്നേ ഇവിടെ. കാര്യം മനസ്സിലായോ? ബ്രദർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. പ്ലീസ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മുടെ സ്ട്രെങ്ത് യേശുവ. Our strength is Jesus. നമ്മുടെ ആരോഗ്യം യേശുവ. Our health is Jesus. നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തം അവന്റെ രക്തമാ. His blood is flowing through us. 118 സങ്കീർത്തനം 17 വാക്യം ഡിക്ലെയർ ചെയ്യുക, every day that I will not die. Psalm 118:17 you declare, I will But not I die. will live. I will live. For the glory of his kingdom. അവന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി ഞാൻ എന്നേക്കും ജീവിക്കും. I will live for the glory of his kingdom. ഞാൻ കർത്താവിന്റെ പ്രവൃത്തി എന്തിനാണ് മോനെ നീ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ Why am I living? I want to live and declare the glory of the ഹല്ലേലൂയ. Lord. ആ ലോർഡ്ഷിപ്പ് ഇന്ന് ഡിക്ലെയർ ചെയ്തേ. Declare that lordship നീ today. സർവ്വത്തിനും യജമാനനാണ്. You are a master over everything. ഈ നാക്ക് വേണ്ടാതീനത്തിന് ഉപയോഗിക്കരുത്. ജീവന്റെയും മരണത്തിന്റെയും ജീവന്റെയും അധികാരം നിന്റെ നാവിന്മേൽ തന്നത് കൊണ്ട് വേണ്ടാതീനം പറയരുത്, വേണ്ടാതീനം ടെക്സ്റ്റും ചെയ്യരുത്. Because the life and death is given in the power of your tongue. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നില്ല, ടെക്സ്റ്റ് things. ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് വേണ്ടാതീനമായതുകൊണ്ട് ടെക്സ്റ്റ് വരുന്നത്. And even don't text unnecessary things. If you are not speaking, സംസാരിക്കുന്നില്ല, പക്ഷേ you are texting.
You're not talking, but you're texting it. അപ്പൊ എവിടെ ഇത് വരുന്നത്? Where is it മൈൻഡ് coming പൊല്യൂട്ടഡ് from? ആയി. Your മൈൻഡ് mind is പൊല്യൂട്ടഡ്. polluted. യു റിന്യൂ യുവർ മൈൻഡ്. Renew your mind. മൈൻഡിനെ പുതുക്കണം. Your mind should be renewed. Hallelujah. Hallelujah. Praise God. Praise the Lord. Hallelujah. Hallelujah. Glory to God. In yielding you win. വിധേയപ്പെട്ടാൽ നീ വിജയിക്കും. When you yield, you will win. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വിധേയപ്പെട്ടാൽ നിങ്ങൾ ജയിക്കും. If you submit and yield, you will win. Hallelujah. Hallelujah. മറ്റൊരു കാര്യം, in letting go you gain. അത് വിട്ടുകൊടുത്താൽ നിങ്ങൾ ജയിക്കും. In letting go, you will gain. Praise God. വിട്ടുകൊടുത്താൽ നിങ്ങൾ നേടും. If you let go, you will gain. മൂന്നാമത്തെ കാര്യം, in dying you live. In dying, you will മരിച്ചാൽ live. നിങ്ങൾ ജീവിക്കും. If you die, you will live. യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ മരിക്കുമെന്നാണോ യേശു പറഞ്ഞത്? What did Jesus say? You will die. യോഹന്നാൻ 11 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ ലാസറുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത്, നീ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും. While you're alive, if you believe in me, even if you die, you will live. ഗലാത്യർ 2 അധ്യായത്തിന്റെ 20 വാക്യത്തിനകത്തൊക്കെ പറയുന്നത്, നീ ക്രിസ്തുവിനോട് കൂടെ ചേർന്നത് നീ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജീവിച്ചിരിക്കും. Galatians 2:20 says, if you are with Christ, even if you die, you will live. ആ ലോഡ്ഷിപ്പിനകത്തെ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇൻ yielding, വിധേയപ്പെട്ടാൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. In yielding, you ദൈവത്തെ will win. yield ചെയ്താൽ നിനക്ക് വിക്ടറി ഉണ്ടാകും. If you yield to God, you will have victory. In letting go, വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് നേടാൻ കഴിയും. If you let go, you will be able to In win over. dying you live. And in dying, you നീ will live. മരിച്ചാൽ ജീവിക്കും. If you die, you will പറഞ്ഞു. live. ഞാൻ അടുത്തേക്ക് പോയി. 7ാമത്തെ കാര്യം, ഗ്ലോറി ഓഫ് ഗോഡ്ഷിപ്പ്. 7th point is ദൈവത്വത്തിന്റെ glory മഹത്വം. of Godship. അവിടെ സങ്കീർത്തനം 82 അധ്യായത്തിന്റെ 6 വാക്യം. Psalm 82:6. സങ്കീർത്തനം 82:6. 82:6. Psalm 82:6. എടുത്താരിലുണ്ട്, വായിച്ചോളൂ. Someone can read it. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെല്ലാം ആരാണ്? Who are we? We are അത്യുന്നതന്റെ gods, പുത്രന്മാരാണ്. children of the Most High. അത്യുന്നതന്റെ പുത്രന്മാർ എങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ലാത്തവരെ പോലെ ഇരിക്കുക. Children of God are like നമ്മളെല്ലാം ദേവന്മാർക്ക് തുല്യമായിട്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദേവഗണത്തിൽപ്പെട്ടവരാ. ഹൈന്ദവ ഭാഷയ്ക്കകത്തൊക്കെ നിങ്ങൾ കേട്ടില്ല, ദേവഗണത്തിൽപ്പെട്ടവരാ. which means we are in the tribe of God. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാ. Because we are children of God. ഈ ദൈവത്തിന്റെ പുത്രന്മാരാണ് വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. The children of God will look for revelation. അത് റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിന്റെ 19-20 വാക്യം പറയുന്നത്, ഇവിടെ മുഴുവൻ ഈ സൃഷ്ടിപ്പ് മുഴുവനും ഈ നേച്ചർ മുഴുവനും നമ്മുടെ വെളിപ്പാടിന് വേണ്ടി earnestly they are waiting. That is why it says in Romans 8:19, the entire creation is yearning for the revelation of the sons of God. അടിക്കുമ്പോൾ ഈ ഹരിക്കെയിൻ വരുമ്പോഴൊക്കെ ആമേൻ പ്രകൃതി പറയുക, ദൈവപുത്ര നീ ഒരു വെളിപ്പാട് കൂടി എന്നോടൊന്ന് പറഞ്ഞിരുന്നു, ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല. When all the natural disasters come, the nature is telling us, Son of God, speak a word to me. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. The creation is earnestly expecting the revelation of the sons of God. നമ്മുടെ വീടിന് ചുറ്റും എന്തെങ്കിലും നടക്കുന്നവരെ നമ്മൾ പറയാതെ അവർക്ക് വന്നതല്ലേ. നമ്മുടെ ഒരു കുഴപ്പമുണ്ടല്ലോ, നമുക്ക് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് നോക്കുന്നത്? അടുത്ത വീട്ടിലോട്ട് നോക്കും. കാര്യം അവർക്കില്ലെങ്കിൽ പറയാം അവർക്കും ഇല്ല കേട്ടോ, എന്നാൽ കിടന്നോളാൻ പറയും. നമ്മുടെ രീതി അങ്ങനെ. നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു രീതി അതാണ്. അപ്പുറത്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്നാൽ അതിന്റെ മേൽ നിനക്കൊരു കൽപ്പന ഇറക്കുവാൻ, നിനക്കൊരു ഡിക്രി വിടുവാൻ എന്ന് നീ പഠിക്കും. If something happens in your neighborhood, in your surrounding, can you decree something? Can you command something over the situation? Use that glory of Godship. ദൈവത്വത്തിന്റെ മഹത്വത്തെ നീ ഉപയോഗിക്കണം. Use your glory of Godship. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കണ്ടില്ലേ, മോശയെ ദൈവം ഫറവോന് ദൈവമാക്കി വെച്ചു. Moses was like a god to Pharaoh. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, മോസസിനോട് പറയാണ് നീ ഫറവോന് ദൈവമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോശയ്ക്ക് പേടിക്കാൻ വല്ലതും ഉണ്ടോ?
God is telling Moses that you are like God to Pharaoh. Then what is there to worry? നമ്മളെ ധൈര്യപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളാ, പുത്രന്മാരാ. We are children of God. That's how we are strengthened. പറയുകയോ നമ്മുടെ ഇരിപ്പും മട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ. Please don't sit as if you are nothing. You are a child of ഈ God. മഹത്വത്തിന്റെ ദിവസത്തിൽ നീ മഹത്വത്തിന്റെ കേൾവിയെ കേൾക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഭാവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ കുറിച്ച് അത്രമേൽ ആഗ്രഹിക്കുന്നു. Today, even as you're hearing the message of God's glory, God desires that He would reveal His glory and character to you. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. God is raising you for His glory. Hallelujah. Hallelujah. ഇരിക്കുന്നിടത്തിരുന്ന് വാകളെ തുറന്ന് പറ, എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലയായിട്ട് ഞാൻ I want to be an exhibition center for displaying Hallelujah. God's glory. I want to display His glory through my life. Hallelujah. I want to display God's glory through my life. മഹത്വത്തെ എനിക്ക് വെളിപ്പെടുത്തണം. Through my life, I want to display His How many of glory. you need that? ഇന്ന് രാവിലെ എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ നിന്റെ മഹത്വം എന്റെ മേൽ വന്നത് എനിക്കൊന്ന് വെളിപ്പെടുത്തണം.